സിൽവർ ബീഡ്സ് എന്ന് പറയാം. അത് നമ്മൾ റെഗുലർ ഐറ്റമാണ്. ഇതെല്ലാം പാർട്ടി വെയർ ആണ്. പാർട്ടി വെയറില് 16, 18, 20, 22, 24, 26, 27, 30, 32. ഇത് ഫസ്റ്റ് ബേബി ബ്രാൻഡിന്റെ. അത് ഗേൾസ് വെയർ ആണ്. അപ്പൊ നമ്മൾ കണ്ടാൽ മതി, ബാക്കി പുറമേ ഉള്ളവർ പിന്നെ കണ്ടാവും. ഒരു ഡബിൾ ജാക്കറ്റ് മോഡലായിട്ട് വരുന്ന. പിന്നെ ഒരു ബ്രാൻഡാണ് മെത്ത കിഡ്സ്. ഇതെല്ലാം എം മിൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ജാക്കറ്റില് കണ്ണാട. ഇത് ജാക്കറ്റ് ആണ്. ഇതിൽ ഒരു 15 അടുത്ത കളർ ഉണ്ട്. ക്രേപ്പ് ടോപ്പാണ്, മീഡിയ. അതുകൊണ്ടാണ് പ്രത്യേകം നമ്മൾ നോക്കിയിട്ട് സോഫ്റ്റ് നേട്ടും പ്യൂർ കോട്ടൺ ആണ് ഇത് പറഞ്ഞു. ഒരു 17-18 കൗമാരിക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. അത് എ ഫാഷൻ പറഞ്ഞ നല്ല ബ്രാൻഡാണ്. ഇത് നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. കണ്ടോ ഇപ്പൊ നേരത്തെ കണ്ടത് അതിന്റെ ശരിക്കുള്ള ലുക്ക്. ഇതൊരു ബ്രാൻഡാണ്. ഇതൊരു ബ്രാൻഡാണ്. പാർട്ടി വെയർ കളക്ഷൻ സൂപ്പർ. ശരി, ഒരു കണ്ണാടി ഇല്ലാണ്ടായി പോയില്ല കാണാനായിട്ട്. എന്ത് രസമാണ് കാണാൻ. ശരിക്കുള്ള ബ്രാൻഡിന്റെ പേര് വരുന്നത് മാപ്ലിൻ. ടോപ്പ്, ക്രോപ്പ് ടോപ്പ്. ഇതൊരു ബ്രാൻഡാണ്. ഇത് 3 പീസിന്റെ ആണ്. പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇത് വരുന്നത്. കളർഫുള്ള് കണ്ടോ. ഇതൊക്കെ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെയാ? പാർട്ടി വെയർ ഐറ്റംസ് ആണ്. ഇതും ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെയാണ് ഇരിക്കുന്നതൊക്കെ മൊത്തം. ഫസ്റ്റ് ആണ് അപ്പൊ ഈ ഒരു ബ്രാൻഡ്. ഷട്ടറിന്റെ മുന്നിൽ നിറച്ച് സാധനങ്ങൾ ഇരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഉള്ളിലേക്ക് കയറാന്ന് എനിക്കറിയില്ല. ഇത് 009 ബോണ്ട് എന്ന് പറയും. അത് ഗേൾസ് വെയർ ഫ്രോക്ക് ആണ്. 30 കളർ കൊടുക്കണ ജേഴ്സി ഇന്റർനാഷണൽ മാത്രമേ ഉള്ളൂ. നമ്പർ 1 ആണ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് ഗോപാല പ്രപ്പു റോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പരാതിയായിരുന്നു, നമ്മൾ കിഡ്സ് വെയറിൻ്റെ ഒന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ മൊത്തം വീഡിയോയിൽ കിഡ്സ് വെയറിൻ്റെ കളക്ഷൻ, അതും 15 വയസ്സ് വരെയുള്ളത്. ഇനി ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇതാ ആ മൂലയ്ക്ക് നിന്ന് അങ്ങോട്ട് ഗോപാല പ്രഭു റോഡ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് എത്തുമ്പോൾ ഫ്ലവർ ജംഗ്ഷൻ. അപ്പോൾ ഫ്ലവർ ജംഗ്ഷൻ വഴിക്ക് MG റോഡ് വഴിക്കും കയറാം, നമുക്ക് മേനക വഴിക്കും കയറാം. അപ്പം നമ്മൾ വന്നിരിക്കുന്ന ഷോപ്പ് എന്ന് പറയുന്നത് ദി ജയശ്രീ ഇന്റർനാഷണൽ. മൊത്തം ഇന്റർനാഷണൽ ആയിട്ട് കുട്ടികളുടെ ഡ്രസ്സുകൾ കേട്ടോ. അപ്പോൾ ബോയ്സ് ലേഡീസ് രണ്ടും കൂടിയും ഇതിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല നല്ല വെറൈറ്റീസൊക്കെ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം എന്തൊക്കെയാണ് വരച്ച. എന്താ രസമല്ല ഇങ്ങനെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ട് കാണുമ്പോൾ. നല്ല കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പുകൾ. അപ്പോൾ പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ആൺകുട്ടികൾക്കും ഉണ്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം എന്തൊക്കെയാണ് വെറൈറ്റീസ്. കയറി വരൂ. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചാൽ. ഇത് ബില്ലിംഗ് സെക്ഷനാണെന്ന് തോന്നുന്നുണ്ട്. ഹായ്, നിങ്ങളുടെ മുതലാളിയൊക്കെ എവിടെ? ഓണർ ഇതേ ഇപ്പുറത്ത്. അയ്യോ, ഡ്രസ്സിങ്ങനെ മൂടി പിടിച്ച് നിൽക്കണേ അറിഞ്ഞില്ല. അപ്പോൾ ഇതെന്താ ചെയ്യണേ? ഞാൻ ഇതൊന്ന് വെച്ചോട്ടെ. ഇവിടെ മൈക്കാണ്. ഓക്കെ, ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ഇതൊരു പാർട്ടി സാധനം എടുത്തിരിക്കുകയാണ്. അത് ഡിസ്പ്ലേസ് ചെയ്യണം. ഇത് സിമ്പിൾ ആണ്. ഒരു പാർട്ടി എടുത്തിരിക്കുകയാണ്, സെലക്ഷൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതെല്ലാം സാമ്പിൾസ് ആണ്. അപ്പൊ ഇതുപോലെ സാമ്പിൾസ് ഇപ്പൊ കടയിലേക്ക് അവരെടുത്തൂല, ഞങ്ങളുടെ ആൾക്കാർക്ക് കുറച്ച് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇവിടുത്തെ ജയശ്രീ ഇന്റർനാഷണലത്തെ ഓണറാണ്. ഹായ്, വെൽക്കം. നമസ്കാരം. അപ്പോൾ നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിക്കാം. അതിന് കൂടാണ്ട് നമുക്ക് ഇവിടുത്തെ ലുക്ക് ഒന്ന് നോക്കാം. ഈ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ, ഈ ഒരു കടയുടെ ലുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് കിട്ടും? ഇത് ഗേൾസും ബോയ്സ് 15 വയസ്സ് വരെ എല്ലാ ഐറ്റംസ് ഉണ്ട്. എല്ലാ ഐറ്റംസ് 15 വയസ്സ് വരെ എല്ലാ A to Z ഐറ്റംസ് ഉണ്ട്. അതില് കോട്ടൺ വേണോ, ഫാൻസി വേണോ, എങ്ങനെ വേണോ, ക്രേപ്പ് ടോപ്പ് വേണോ, എങ്ങനെ ട്രെൻഡി ആയിട്ടുള്ളത് വേണോ, നാടൻ വേണോ, എത്നിക് വേണോ? അയ്യോ എന്തൊക്കെ വെറൈറ്റികളാണ്. പുതിയ ഡിസൈൻ ഇറങ്ങിയെങ്കിൽ ഒരാഴ്ചക്കുള്ള സാധനം ഇവിടെ ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ബോംബെ ഇങ്ങോട്ട് മാറി. അപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസ് സാധനം നമ്മൾ തരാം. ഫോട്ടോ ബോംബെ വരും വാട്സാപ്പിലേക്ക്. പക്ഷെ സാധനം നമ്മൾ തരും. അപ്പൊ ബോംബെയിലേക്ക് ഇനി പോണ്ട, ഒക്കെ ഇവിടുന്ന് കിട്ടും. അതേ സെയിം റേറ്റ്. പിന്നെ എന്താ, നമ്മൾ കാർക്ക് മാനുഫാക്ചർ എടുക്കണം, അല്ലാത്ത ട്രേഡിംഗ് അല്ല ഇവിടെ. അങ്ങനെ ഒരു സാധനം എടുക്കണം. അപ്പൊ നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിംഗ് ഉണ്ട്? ഓൺ മാനുഫാക്ചർ കുറച്ച് ഐറ്റമുകളുണ്ട്. പക്ഷെ അല്ലാതെ ഇപ്പൊ എടുക്കണ എല്ലാ ഫാക്ടറികളിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഈ കുറെ ബോംബെ പോകുമ്പോൾ അവിടെ നമ്മൾ ട്രേഡിംഗ് ഉള്ള ആൾക്കാരുണ്ട്, അവിടെ പോയി ആൾക്കാർ സാധനം എടുക്കും. അങ്ങനെ എടുക്കരുത്. അപ്പൊ ഡയറക്റ്റ് അപ്പം മാനുഫാക്ചറിൽ നിന്നും ഹോൾസെയിൽ നിന്ന് റീറ്റെയിലേക്ക് അപ്പൊ ഇങ്ങോട്ട് പോന്നു അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് വെറൈറ്റി കാണിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയാണ്ട്, ഇപ്പൊ ഈ കാണുന്ന ഏരിയയിൽ മൊത്തം കാണുന്നത് സാമ്പിൾസ് മാത്രമാണ്. കുറേ ഉണ്ട് കേട്ടോ. ആ സൈഡ് ആ അറ്റം തൊട്ട് ഫുൾ കാണുന്നത് മൊത്തം സാമ്പിൾസ് മാത്രമാണ്. ഇനി ഇവരുടെ മെയിൻ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ വേറൊരു ഗോഡൗൺ ഇവിടെ ഉണ്ട്. കുറച്ച് അങ്ങോട്ട് നീങ്ങിട്ടല്ലേ? വെറൈറ്റി വൈസ്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണം കേട്ടോ. എന്തായാലും വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഗോഡൗൺ ഒക്കെ ഒന്ന് കാണിക്കാം. എന്തായാലും ഇവിടുത്തെ വെറൈറ്റീസ് ഒന്ന് നമ്മൾ എവിടുന്ന തുടങ്ങണ്ടേ? കുറേ ഉണ്ടല്ലോ. ഓക്കെ, ഗേൾസ് ടോപ്പാണ് ഇത്. നിങ്ങളിപ്പോ ഇൻസ്റ്റാഗ്രാമിലേക്ക് കണ്ട് കാണുള്ളൂ, പക്ഷെ നമ്മളിപ്പോ ലൈവ് കാണിക്കാം.
ഇത് ഹോൾസെയിലാണ്. റേറ്റ് കാര്യങ്ങൾ ഇത് പറയാൻ പാടില്ല. അല്ല കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വാട്സപ്പിൽ വിളിച്ചോളും, അവർക്ക് റേറ്റ് കാര്യങ്ങൾ കൊടുക്കാം. അല്ല ഓരോരോ ഐറ്റം ഒരു മിനിമം 10 കളേഴ്സ് ഉണ്ട്. ഓക്കെ, ഓരോരോ ഐറ്റമിന് 10 to 20 കളേഴ്സ് അവൈലബിൾ ഉണ്ട്. സെയിം പാറ്റേണിൽ തന്നെ. സെയിം പാറ്റേൺ. ഈ പാറ്റേൺ തന്നെ കസ്റ്റമർ എത്ര കളർ ചോദിക്കുമെങ്കിൽ ഒരു 10-15 കളർ തരാം. ഓ, അങ്ങനത്തെയാണ് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ കളേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. ഇനിയിപ്പോ എടുക്കുമ്പോ എത്ര എടുക്കണം? നമുക്ക് ബണ്ടലായിട്ട് എടുക്കുമ്പോ എത്ര പീസ് ഉണ്ടാവും? എത്ര പീസ് ഉണ്ടാവും പറഞ്ഞാൽ ഇപ്പോൾ 8 പീസിന്റെ സെറ്റ് ഉണ്ടെങ്കിൽ 8 പീസ് എടുക്കണം. ഓക്കെ, മിനിമം. കാരണം ഹോൾസെയിലാണ് വീണ്ടും എടുത്ത് പറയാണ്. 8 പീസ് ഒന്നും എടുക്കില്ല. കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന അവർ കളർ ഒരു ഐറ്റം 4 കളർ എടുത്താൽ തന്നെ 30 പീസായി ഒരു ഡിസൈൻ. അതെ, അപ്പോൾ 4 ഡിസൈൻ എടുക്കുമ്പോൾ ഒരു കാർട്ടൂണിന്റെ സാധനമായി. അത്ര അങ്ങനെയാണ്. ഇതെല്ലാം A to Z ഐറ്റംസ് ഉണ്ട്. ഒക്കെ വെറൈറ്റി ക്രോപ്പ് ടോപ്പിൽ പെട്ടതിന് വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ് ആണ് ഉള്ളത്. കുറേയൊക്കെ ഇവിടെ കസ്റ്റമേഴ്സ് ഇത് നോക്കിക്കോ, ഇത് നോക്കിക്കോ, ക്രഷില്, പോപ്കോണില്, ബനിയൻ സ്റ്റഫില്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് ഇഷ്ടം പോലെ. ഇനി സൈസസ് പറയുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ സിമ്പിൾ നോക്കണം. ഇത് 24 to 36 സൈസിലെ ഗ്രൂപ്പാണ്. ഇതിലെ മേലത്തെ സൈസ് ഉണ്ട്, അത് സെപ്പറേറ്റ് ആണ്. XL, XXL ഉണ്ട്. ഇത് ഗേൾസ് സൈസ് എന്ന് പറയാം. ഓ, ഗേൾസിന്റെ ടീനേജുകാർക്ക് പറ്റിയിട്ട്. ഇത് ടീനേജിലെ കുറച്ച് താഴെ ഒരു 12 വയസ്സ് ടീനേജിലെ കാണിക്കുക. ടീനേജുകാരെ ഇങ്ങനത്തെ വരും. ഓ, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ, പൊളി ഐറ്റം. 7 കളർ ഉണ്ട് ഇതില്. 7 കളർ ഉണ്ട്. 7 കളർ ഉണ്ടെന്ന്. ഇത് ടീനേജുകാർക്ക് പറ്റും. സൂപ്പർ. ഒരു 17-18 കൗമാരിക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതില്. കസ്റ്റമർ ഇവര് വിരോധം ഉണ്ട്, ടീനേജുകാരെ സാധനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ട്. അതുകൊണ്ട് നല്ല ടീനേജുകാരെ കൊടുക്കാറ്. അവർക്ക് നല്ല വെറൈറ്റി, അതും ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല പക്ക ഇമ്പോർട്ടഡ് ഫാബ്രിക്കില് ബ്രാൻഡഡ് ഐറ്റംസ്. ഇതാ, വാവ്, സൂപ്പർ. മെറ്റീരിയൽ കൂടി നോക്കണം. അതാ ഞാൻ പറഞ്ഞത്. അത് പിടിക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് ലുക്ക് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലത്തെ ലുക്ക്. ഒരു സ്ലീവ് എന്ന് പറയുമ്പോൾ ഈ സ്ലീവിന് എന്തോ പറയും, എനിക്കിപ്പോൾ ഓർമ്മ വരില്ല. 5 സ്ലീവ് എന്നാ പറഞ്ഞത്. ഇതാ വെറൈറ്റി അതിന്റെ മെറ്റീരിയൽ. അപ്പോൾ ഡയറക്റ്റ് വരണമെങ്കിൽ വരെ കൊറിയർ അയച്ചു കൊടുക്കല്ലേ? ഓർഡർ ചെയ്ത വീഡിയോ കോൾ വഴിക്ക്. വീഡിയോ കോൾ വഴിക്കായാലും നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ടല്ലോ. ഇപ്പൊ ഈ 5 മിനിറ്റ് കൊണ്ട് എത്ര വെറൈറ്റി കാണിച്ചു കൂടെ. ഇനിയും കളക്ഷൻസ് ഒക്കെ എടുക്കണല്ലോ. ഇനി എന്തോരം വെറൈറ്റീസ് കാണാം. കോട്ടന്റെ അല്ലേ? ഓ, ഇത് നമുക്ക് പുറത്തും യൂസ് ചെയ്യാം, ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാം, എല്ലാത്തിനും പറ്റും. കാരണം കോട്ടൺ മാത്രം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റീസ് ഉണ്ട്. ചിക്കൻ കറി വർക്ക്, അതിൽ ട്രാൻസ്പെറൻറ്റ് സ്വീക്വൻസ് വർക്ക് എല്ലാം കൂടി വരുന്നിട്ടുള്ളത്. ഇതും ചിക്കൻ കറി തന്നെ കോട്ടണിൽ. കണ്ടോ, കുട്ടികൾക്ക് വരെ ഇനി ലക്നൗവി സ്റ്റൈല് കോട്ടണിലാണ് കേട്ടോ അത് വരുന്നത്. കോട്ടണിൽ അടിയിൽ ഇങ്ങനെ ഒരു അക്കോബര ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള അങ്ങനത്തെ വെറൈറ്റീസ്. കോട്ടണിൽ നല്ല നല്ല ഒക്കെ പുറത്തേക്കൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് കോട്ടണിൽ വരുന്നത്. ഇതൊക്കെ കോട്ടൻ്റെ കളക്ഷൻസ്. ഫാൻസിയിലൊക്കെ ഇനിയും ഉണ്ട്. ഇനി ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. 20-30 കളർ കൊടുക്കണ ജയശ്രീ ഇന്റർനാഷണൽ മാത്രമേ ഉള്ളൂ. നമ്പർ 1 ആണ് ജയശ്രീ ഇന്റർനാഷണൽ. 15 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന്. 15 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ? എക്സ്പീരിയൻസ് 20 ഇയർ ആണ്. ഈ ഷോപ്പ് തുടങ്ങിയിട്ട് 15 വർഷമായി. ഓ, 20 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതാ. ഇതിപ്പോ ഇത് കണ്ട എല്ലാം കളറാണ്. ഇതിലും മാത്രമല്ല, കളർ പ്ലസ് ഡിസൈൻ ആണ്. ഒരു ഡിസൈൻ റൗണ്ട് ഉണ്ട്, ഇതുണ്ട്, ഇത് ലൈൻസ് ഉണ്ട്. ഇതിലെ മുകളിലത്തെ പ്രിന്റുകൾ ഇങ്ങനെ മാറുന്ന പറഞ്ഞത്. ഇതാകുമ്പോ പോൾക്ക ഡോട്ട് വരുന്നു, ഇതാകുമ്പോ സ്ട്രൈപ്പ്, ലൈൻസ്, അങ്ങനെ അങ്ങനെ വെറൈറ്റീസ്. ഇതൊക്കെ കളേഴ്സ് നോക്ക്. ഇതൊക്കെ ലൈൻസിൽ തന്നെ നമുക്ക് കളർ ഓപ്ഷൻസ് കേട്ടോ. കളേഴ്സ് വരുന്നത് ശരിക്കും സമാധാനമായിട്ട് ഇരുന്ന് കാണണം. ഫുള്ള് കാണാൻ കിടക്കുന്നുള്ളൂ. ഇതൊക്കെ കളേഴ്സ്, എത്ര വെറൈറ്റി കളേഴ്സ്. ഇതിപ്പോ ലവിന്റെ അറിയോ? കസ്റ്റമർക്ക് കളർ ഇഷ്ടപ്പെട്ടു, പക്ഷെ അവർക്ക് ലൈൻ ഇഷ്ടപ്പെട്ടില്ല, അടുത്ത് കൊടുക്കാം. ഓ, അങ്ങനെ. അപ്പൊ ലൈൻ വേണ്ട, ലൈൻ പറ്റില്ല, ലൈൻ വേണ്ട, സെപ്പറേറ്റ് ഉണ്ട്. എങ്ങനെ വന്നാലും ഇവിടെ സാമ്പിൾസ് ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഡയറക്റ്റ് വന്ന അപ്പൊ തന്നെ നമുക്ക് ഗോഡൌണിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് എടുത്തിട്ട് അങ്ങനെ തന്നെ വെറൈറ്റീസ് കൊണ്ടുപോകാൻ പറ്റും. ഫാൻസിയിൽ ഇറക്കുന്നുള്ളൂ സാധനങ്ങൾ. ഫാൻസി പാർട്ടി വെയർ ആണ്. ഓക്കേ, ഇത് പാർട്ടി വെയർ ആണ്. ഇത് ബർത്ത്ഡേ ഫ്രോക്ക് ആണ്. ഇതെല്ലാം പാർട്ടി വെയർ ആണ്. പാർട്ടി വെയറിൽ അപ്പൊ എത്ര പൈസ വരെയൊക്കെ ഉണ്ട്? ഇത് എങ്ങനെയാ സെറ്റ് വരുന്നത്? 16-18 സൈസ് കിട്ടുള്ളൂ. ഫാൻസി ഗിഫ്റ്റ് കൊടുക്കാന്നൊക്കെ ഈ എത്ര ഫാൻസി പോവുള്ളൂ. ഫാൻസി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ കുറെ വെറൈറ്റി കളക്ഷൻസ് ആണ്. ഇതിന്റെ ഒക്കെ കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ?
ഇതൊക്കെ ഇങ്ങനെ തിരിച്ചിടാൻ പറ്റാവോ? ഇതാ കണ്ടോ, ആഹാ ഒക്കെ വെറൈറ്റീസ്. ഇപ്പം നമ്മൾ കണ്ടാൽ മതി, ബാക്കി പുറമേ ഉള്ളവർ പിന്നെ കണ്ടാൽ മതി. ഇന്ന് റോട്ടിലുള്ളവർ അത്രയും വെറൈറ്റീസ് ഉണ്ട്. കണ്ടോ, ഏതൊക്കെ വെറൈറ്റീസ് വേണം ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓണത്തിന് പറ്റിയിട്ടുള്ള കളക്ഷൻ അല്ലേ ഇത്? എന്താ പറയണ, അത്രയും വെറൈറ്റി ഉണ്ടെന്ന്. ഇപ്പൊ എന്താ പറയാ, കേരള ട്രഡീഷണൽ വിട്ടിട്ട് കുറച്ച് വെറൈറ്റി നമുക്ക് ആ ഒരു ഓണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം അടിപൊളിയാണ്. 16, 18, 20, 22, 24, 26, 27, 30, 32. 36 സൈസ് വരെ ഉണ്ട്. ഇത് 32 വരെ ഉണ്ട്. 32 വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പം അങ്ങനെ കുറെ കളക്ഷൻസ് ഉണ്ട്. കടയിൽ നമ്മളിപ്പോൾ ഈ ഒരു റിസപ്ഷൻ ഏരിയയും ബില്ലിംഗ് ഏരിയയിലേക്ക് മാത്രമായിട്ടുള്ളൂ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കട മൊത്തം ഇതൊക്കെ ഇനി വെറൈറ്റീസ് അവിടെ കയറിയിട്ട് കാണാനുള്ളതാ. അപ്പോൾ ഓ, ഇത് നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. കണ്ടോ, കാറ്റലോഗ് പീസ് അല്ലേ? കാറ്റലോഗ് പീസ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന കാറ്റലോഗ് പീസ്. അപ്പോൾ നിങ്ങളുടെ ഓൺ ബ്രാൻഡിങ്ങും കൂടി ഉണ്ട് അല്ലേ അതിൽ? ഇത് നമ്മളെ ഒരു ഓൺ ഐറ്റമാണ്. 2 കളറും ഓൺ പ്രൊഡക്ഷനിൽ 2 കളർ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 കളറിൽ ഏത് കളർ വേണേലും, ഏത് കളറിൽ എല്ലാം നല്ലതാണ്. അത്രയും വെറൈറ്റീസ് ഉണ്ട്. പിന്നെ വരുന്ന കാറ്റലോഗ് പീസ് ആഹാ, ഇത് ശരിക്കും കസ്റ്റമർ ഇതൊക്കെ 2 കളർ അവൈലബിൾ ഉണ്ട്. 3 ഐറ്റമൊക്കെ 2 കളർ അവൈലബിൾ ഉണ്ട്. ഈ ഐറ്റംസിന് 3 കളർ അവൈലബിൾ ഉണ്ട്. ഓക്കെ, ഐറ്റംസിന് 3 കളർ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ വരാണെങ്കിൽ ഡയറക്റ്റ് വന്നാലും ഇപ്പൊ ഇത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന്റെ സാമ്പിൾസ് എടുക്കുക, ബില്ലടിക്കുക, അങ്ങനെ പറഞ്ഞിട്ട് സാധനം പെട്ടെന്ന് അത് അവർക്കൊന്നും നോക്കിയ പോലും വേണ്ട. കച്ചവടക്കാരൊക്കെ നോക്കിയിട്ട് സൈസ് പറഞ്ഞ ശേഷം വാവ് സൂപ്പർ. അത് മാത്രമല്ല സോഫ്റ്റ് നെറ്റ് ആണ്. സോഫ്റ്റ് നെറ്റ് യൂസ് ചെയ്യും കുട്ടികൾക്ക്. കംപ്ലൈന്റ് ഉണ്ട്, സോഴ്സിൽ എടുക്കും. ചെറിയ കുട്ടികളുടെ നെറ്റ് ഫ്രോക്ക് എടുക്കുമ്പോൾ സോഴ്സിൽ എടുക്കും. അതുകൊണ്ടാണ് പ്രത്യേകം നമ്മൾ നോക്കിയിട്ട് സോഫ്റ്റ് നെറ്റും പ്യുവർ കോട്ടൺ ആണ് ഇത് പറഞ്ഞു. പ്യുവർ സ്മൂത്ത് കോട്ടൺ ആണ്. ഇല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ഇടുമ്പോൾ അത് സോഴ്സിൽ ഇടും. അത് ഭയങ്കര പരാതിയായിരുന്നു കസ്റ്റമറിന്. പരാതി തീർത്തു തന്നു. സോഫ്റ്റ് നെറ്റ് വെച്ച് നമ്മൾ അപ്പോൾ ഓണത്തിന്റെ സമയത്തിന് കുറച്ച് ഡിസൈൻ ഇറങ്ങിയുള്ളൂ, ബാക്കി ഡിസൈൻ ഇറങ്ങാനുണ്ട്. ഇനി ഓണത്തിന് സമയം ഉണ്ടല്ലോ. ഇനിയും സമയമുണ്ടെന്ന്. ഇനി അടുത്ത മാസമാണോ ഓണം, എന്നാലും സെപ്റ്റംബറിൽ ഇനിയും കളക്ഷൻസ് ഉണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇവിടേക്ക് വെറൈറ്റി നോക്കുകയാണെങ്കിൽ ഇത് കോട്ടൻ്റെ അവിടെയൊക്കെ കിടക്കണം കണ്ടപ്പോൾ അങ്ങനെ എടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറിയിൽ ഇങ്ങനെ പീച്ചിലുണ്ട്, പിങ്കിലുണ്ട്. ഇതൊക്കെ സ്ലീവ് നോക്കിയത് പഫാണെങ്കിൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ഒരു ഡംഗ്രി സ്റ്റൈലിലൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ഷിഫോണിലെ ബേബി ഫ്രോക്ക് ഉണ്ട്. ഇതിലൊരു 8 കുറഞ്ഞ ഒരു 50 പ്രിന്റ് ഉണ്ട് ഇതിൽ തന്നെ. ഇതെല്ലാം പ്രിന്റാണ്. ഇതാ പ്രിന്റുകള് ഇഷ്ടം പോലെ പ്രിന്റുകൾ. ഏത് മോഡൽ വേണോ? ഇതെല്ലാം 50 പ്രിന്റ്. അത് മാത്രം ഇത് ഒരാൾ എടുത്തു വെച്ചിരിക്കുകയാണ്. പ്രിന്റ് വേണമെങ്കിൽ കാണിക്കാം. ഒരു സെലക്ഷൻ ആണ്. ഇതുവരെ പാർട്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം പ്രിന്റ്സ് ആണ്. ഇതെല്ലാം എടുത്തിരിക്കുകയാണ് കസ്റ്റമർ. ഒക്കെ ഡിജിറ്റലുണ്ട്. ഒക്കെ ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ആരോ എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കാണിക്കുന്നു മാത്രം. അത് ചേഞ്ച് ആയി പോയി കഴിഞ്ഞാൽ മിസ്സായി പോവും. ഇത് മറിച്ചിടണം. ഇതാ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒക്കെ ജോർജറ്റിന്റെ ഇതിൽ തന്നെ പല പൂക്കൾ. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയെന്ന് വെച്ചാൽ അത്ര വലിയ പൂക്കളും അല്ല. പണ്ടത്തെ മാതിരി സിമ്പിളായിട്ട് സട്ടലായിട്ട് നിൽക്കുന്ന ആ ഒരു മോഡലിൽ വരുന്നതാണ്. ഇതൊക്കെ നോക്കിയാൽ ഫാൻസി. ഇത് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് കേട്ടോ. സെയിം പാറ്റേൺ. ഇതിൽ 3 എല്ലാം 3 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് ആ കസ്റ്റമർ തന്നെ. ഇതും കൂടി ഒന്ന് കണ്ടോക്കാം നമുക്ക്. ഇത് നമ്മൾ ഓൺ മാനുഫാക്ചർ ആണ്. ഇത് ഓൺ മാനുഫാക്ചർ ആണ് നമ്മൾ. ഓക്കേ. 3 കളർ വരും. ആ ഡിസ്പ്ലേയുള്ള കളറാണ്. ഇത് ഇപ്പോ നമ്മൾ പിടിച്ചു നിൽക്കുന്ന കളർ ഇതാണ്. ഈ കളറാണ്. ഈ 3 കളർ വരുന്നുണ്ട്. അപ്പോൾ പാക്കിംഗ് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും പാക്കിംഗ് വരിക. പൗച്ച് പാക്കിംഗ്. എത്ര പീസ് ഉണ്ടാവും ഇതില്? 4 പീസ് ഒരു കളർ. ഒരു സെറ്റ് എടുക്കുമ്പോൾ 12 പീസിന്റെ സെറ്റ് വരും. സൈസ് മുതൽ സൈസ് 24, 26, 28. അപ്പൊ അങ്ങനെ 4 സെറ്റാണ്. അതിന്റെ സാമ്പിൾ ആണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഓൺ മാനുഫാക്ചർ ചെയ്ത ഇത് കാരണം പറയാം. കാരണം എല്ലാ ബ്രാൻഡുകാർ 16, 18 മറ്റേ ബർത്ത്ഡേ ഫ്രോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ പറയുന്നത് കുറച്ച് കുട്ടി വലുതായെങ്കിൽ ബർത്ത്ഡേ ഫ്രോക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ മാറി എക്സ്ട്രാ സൈസ് നമ്മൾ ശരിയാ. കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഈ ബർത്ത്ഡേ ഫ്രോക്ക് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ 1 വയസ്സ് 2 വയസ്സ് പിന്നെ അത് കഴിഞ്ഞ് ഇടാൻ പറ്റില്ല. പിന്നെ നോർമൽ ഫ്രോക്ക് ആണ്. അതുകൊണ്ട് സ്പെഷ്യൽ ആണ് നമ്മൾ ഉണ്ടാക്കിയ ഈ സൈസ്. പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ചിങ്ങിൽ പോകണം. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് റെഡിമെയ്ഡ് കിട്ടും. ഇതെല്ലാം സ്റ്റാൻഡേർഡ് സൈസ് ആണ്. മറ്റേ 16, 18 മേലത്തെ സൈസ് ആണ്. 22, 24, 26. ഓഹോ, അതിന്റെ മോഡലാണ് കേട്ടോ കാണുന്നത്. ഫാൻസി ഫ്രോക്കിലും വെറൈറ്റീസ്. ഇതിന്റെ തന്നെ ഈ ഒരു ലുക്ക് ഇങ്ങനെ ഒരു പൗച്ച് പാക്കിങ്ങിൽ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. അതിൽ 6 ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ? ഈ 6 ഷെയ്ഡ് വരുന്നുണ്ട്. അത് ഗ്രീൻ ഷെയ്ഡാണ് ഇപ്പോൾ ഈ ഒരു പൗച്ചിലിരിക്കുന്നത് 4 എണ്ണത്തിന്.
അതെ എല്ലാം ഗോഡൗണിൽ ഇരിക്കുന്നത് ഒരു 80% സാമ്പിൾ മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ മൊത്തം ഗോഡൗണിലായിരിക്കുന്നല്ലേ സാമ്പിൾസ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് സാമ്പിൾസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടാം. അപ്പോൾ തന്നെ ഗോഡൗണിൽ പോയിട്ട് കയ്യോടെ നിങ്ങൾക്ക് സാധനം ഡിസ്പാച്ച് അവിടെ നിന്ന് ആക്കുക, അല്ലെങ്കിൽ കയ്യോടെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. എങ്ങനെ വേണമെങ്കിലും ഒരു കുറവില്ല. ഇതെന്താ ബോക്സിലൊക്കെ ഇരിക്കുന്നത്? പാർട്ടി വെയർ ടോപ്സ് ആണ്, അത് വേണമെങ്കിൽ കാണിക്കാം. ഇത് പാർട്ടി വെയർ ടോപ്സ് ആണ്. ഇത് ഒരു പാർട്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ കാണിക്കാം. അത് പാർട്ടി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കത് എനക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അല്ല, അതൊന്ന് മാറിപ്പോയെങ്കിൽ അവർ വിളിക്കും, എടുത്ത സാധനം വന്നില്ല. കറക്റ്റ്. ബില്ലിങ്ങിൽ പ്രോബ്ലം വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് ക്രോപ്പ് ടോപ്പിൽ കേട്ടോ, ബോക്സ് പാക്കിംഗ് വരുന്നത് അല്ലേ? എത്ര പീസ് ഉണ്ടാവും ഇതിലപ്പോൾ? 3 പീസ്. ഇത് 24, 26, 28 ഒരു ഗ്രൂപ്പ് ഉണ്ട്, 30 34 ഒരു ഗ്രൂപ്പ് ഉണ്ട്, മീഡിയം സൈസ് ഗ്രൂപ്പ് ഉണ്ട്, എൽ ഉണ്ട്, എക്സൽ ഉണ്ട്, ഡബിൾ എക്സൽ ഉണ്ട്. നിർത്താനും ഇങ്ങനെ മോഡൽ 3XL ഉണ്ട്. പിന്നെ ആദ്യം നിങ്ങൾ ടീനേജ് പിള്ളേരെ കാണിച്ചില്ലേ, അത് നമ്മള് 10XL വരെ സാധനം ചെയ്യുന്നുണ്ട്. 10XL ഓർഡർ വൈസ് ആണ്. 10XL അത് സാധനം കണ്ടിട്ട് നമുക്കൊരു 6 കസ്റ്റമർ എടുക്കുന്നുണ്ട്. അപ്പൊ അത് കസ്റ്റമൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് കിട്ടും കേട്ടോ. ഇത് ടോപ്പുകളുടെ വെറൈറ്റീസ്. അപ്പൊ ഒരു സെയിം കളറിൽ തന്നെ 3 പീസ്. പിന്നെ അത് മാത്രമല്ല, ഇത് മൊത്തം സാമ്പിൾ ആണ്. ഒരു ഡിസൈൻ ഒരു ബോക്സ് ഉള്ളൂ ഇവിടെ, സാധനം കൂടാനാണ്. ഈ എത്ര സാധനം ഓൺലി സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇതേ സെയിം നമ്മൾ ഇനി ഇതിൽ തപ്പി കഴിഞ്ഞാൽ കിട്ടില്ല. ഇത് കസ്റ്റമർ സെലക്ട് ചെയ്ത് അത് നമ്പർ എഴുതി കൂടാന്ന് എടുക്കണം. ഇത് ഈ നമ്പർ നോക്കിയിട്ട് ഇത് ഇനി അവിടെ നിന്ന് എടുക്കണം. ഓക്കെ, എന്നിട്ട് ഇതേ സെയിം സാധനം തന്നെ വീണ്ടും ഇതിൽ കയറ്റും. അപ്പൊ ഇത് സാമ്പിൾ, പിന്നെ അടുത്ത ആള് വരുമ്പോ അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പൊ അത് സാമ്പിൾ പീസ് ആണ്. അപ്പൊ ഇതിന് ഏത് ബോക്സ് എടുത്താലും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിലൊക്കെ ഈ കാണുന്നതൊക്കെ ഡിസൈൻ നമ്പേഴ്സ് ആണ് ഈ കാണുന്നത്, അവരുടെ കോഡാണ് കേട്ടോ. ഒക്കെ ഡിഫറെന്റ്, ഇതൊക്കെ കോഡുകളാണ് കേട്ടോ വരുന്നത് മൊത്തം. അപ്പോൾ ഇനി നമുക്ക് ഈ ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ നോക്കിയാലോ. ഈ സൈഡിലൊക്കെ എന്താ ഇരിക്കുന്നത്? ന്യൂ ബോൺ ബേബി തൊട്ടില്ല അല്ലേ? അതുകൊണ്ടാ. ഓക്കെ. ഇതിപ്പോ ചെറിയ കുട്ടികളുടെ റംബർ സ്റ്റൈലാണ്. ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞാൽ എന്താണെന്നറിയാം, 1-2 ഐറ്റം ഇല്ല. ഇത് നോക്കാം, ഇതുപോലത്തെ എത്ര വെറൈറ്റീസ് ഉണ്ട്. ലൈൻസ് ഉണ്ട്, ഡോട്ട് ഉണ്ട്, ജീൻസ് കളർ ഉണ്ട്, ഫാൻസി കളർ ഉണ്ട്. വെറൈറ്റീസ് അല്ലേ? സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് പല വെറൈറ്റിയിൽ കിട്ടും. എന്ന് വെച്ചാൽ ടോപ്പിന്റെ ഇപ്പൊ ലൈനാണ്, ഡോട്ട്സ് ആണ്, അങ്ങനെ വെറൈറ്റി. വലിയ ലൈനാണ്, ഇത് ചെറിയ ലൈനാണ്, അത് ഡോട്ട് ആണ്. ഇനിയിപ്പോ ഇത് ഒരു കളർ ഷെയ്ഡാണ്, നമുക്ക് ഡെനിമിൽ വേണമെന്ന് വെച്ചാൽ ഡെനിമിലുണ്ട്. അങ്ങനെ അതിന്റെ ഒരു പാറ്റേണിന്റെ ഒരു സെക്ഷൻ. ഇത് ഡോട്ട് ആണ്. പാറ്റേൺ സെയിം. അതിൽ നേരത്തെ കണ്ടത് ലൈൻ ആണെങ്കിൽ ഇത് ഡോട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ വെറൈറ്റീസ് ഒരു ആവേശം കയറി, കാരണം വെറൈറ്റി ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട്. ഇതാണ് ശരിക്കുള്ള ലുക്ക് കേട്ടോ, നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് അതിന്റെ ശരിക്കുള്ള ലുക്ക്. അതിന്റെ ബനിയന്റെ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി അടുത്തത് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ലെഹങ്ക, ലെഹങ്കാസും ഉണ്ട് വരുന്നത്. ഇത് പാവാടയാണെങ്കിൽ ഇതിന്റെ ക്രോപ്പാണ് ഈ വരുന്നത്. ഇതിന്റെ അപ്പൊ ഇതിന്റെ സൈസ് എങ്ങനെ വരാ? ഇത് 22, 30, 32, 40. ഇതിന്റെ കളേഴ്സ് ആണല്ലേ? ഓ, അപ്പൊ 3 പീസ് അല്ല 4 പീസ് ആണ്. അപ്പൊ ഷ്രഗ് എടുക്കാൻ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അത് മാത്രമല്ല, ഇത്ര കളർ ഉണ്ട്. ഇത് ഫുള്ള് അല്ലേ? ഇത് ഫുൾ കളർ ഉണ്ട്. ഇതെല്ലാം കളർ മോഡൽ വ്യത്യാസമാണ്. ഇത് വേറെ മോഡലാണ്. ഓക്കെ. അത് ഒറിജിനൽ മിറേഴ്സ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത്? ഇതിലാണെങ്കിൽ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓരോന്ന് ഡിഫറെന്റ് കാണുമ്പോൾ ഏകദേശം ഒക്കെ സെയിം തന്നെ. അപ്പൊ ഈ ഫുൾ കളേഴ്സ് അതിന്റെ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് കിടക്കാം. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. അതൊക്കെ നല്ല രസമായിട്ട് ഉണ്ടല്ലോ. ഓക്കെ. അതിന്റെ തന്നെ ചെറുതുള്ള ബർത്ത്ഡേ ഫ്രോക്കിന്റെ. പിന്നെ ഇപ്പോ 15 അഗസ്റ്റ് വരാൻ പോണല്ലോ. അതെ, വൈറ്റ് ഫ്രോക്ക് ഇഷ്ടം, വൈറ്റ് ഫ്രോക്കും. വൈറ്റ് ഫ്രോക്കും, വൈറ്റ് ടീഷർട്ട്, ഓറഞ്ച് ടീഷർട്ടും, ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്രോക്കും, അതൊക്കെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഒക്കെ കുട്ടികൾക്കുള്ള ഫുൾ സെറ്റ് ആണ് ഇവിടെ. വൈറ്റ് ജുബ്ബ, A to Z കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ വൈറ്റ് ജുബ്ബ, അതുപോലെ പാന്റ്, അങ്ങനെ തന്നെ റുജിയുടെ പോലത്തെ ഡ്രസ് അല്ലേ? എല്ലാം. അപ്പൊ നമുക്ക് 15th ഓഗസ്റ്റിനായാലും ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും എല്ലാത്തിനും പ്രിന്റഡ് ഫ്രോക്ക് കാണിച്ചില്ലേ? അത് കുറച്ചേ ഉണ്ടായില്ല. ഇത് എത്ര പ്രിന്റ് ഉണ്ട് നോക്കിക്കോ. അത് എത്ര പ്രിന്റ് ഉണ്ട് ഇത്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അത്രയും നമ്മൾ നേരത്തെ അവിടെ ഫസ്റ്റ്
പ്രിന്റിന്റെ കാണിച്ചതിന്റെ ഫുൾ കളക്ഷൻസ് അതിന്റെ എത്ര കളേഴ്സ് ബൾക്കാണ് കേട്ടോ. സാമ്പിൾസ് ആണ് ഈ കാണുന്നത് മൊത്തം എന്ന് വെച്ചാൽ. സാമ്പിൾസ് ആണ്. ഇനി ഇത് സാമ്പിൾസ് ആയ അതിന്റെ ശരിക്കുള്ളത് ഗോഡൌണിലാണ് നമുക്ക് കാണിക്കാനുള്ളത്. പിന്നെ ഇവിടെയും കുറെ ഉണ്ട് മുകളിലുള്ള ഫ്രോക്കുകൾ. ഇതുള്ള സാമ്പിൾസ് ആണ്. ഇത് സ്റ്റോക്കിലുള്ള സാമ്പിൾസ് ആണ്. സാധനം ഗോഡൌണിലാണ്. ഇതിൽ ഡിഫറെന്റ് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഇത് സെയിം പാറ്റേൺ ഡിഫറെന്റ്. അത് അടുത്ത നെക്സ്റ്റ് പാറ്റേൺ. ഇപ്പുറത്തെ സൈഡ് പാറ്റേൺ. ഇത് സാരി മോഡ് എന്ന് പറയാൻ നോക്കാം. മേലെ ഒരു സാരി സ്റ്റൈൽ ഉണ്ടല്ലോ ഇതില്. ഇത് സാരി സ്റ്റൈൽ ആണ്. അത് നോർമൽ ഫ്രോക്ക് ആണ്. നോർമൽ. ഓക്കെ, അങ്ങനെ വ്യത്യാസം ഉണ്ടല്ലേ. അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിന്റെ ആ ഒരു ഫ്ലവേഴ്സ് ഒക്കെ നടുക്കിൽ വന്നപ്പോഴേ കുറച്ച് കുട്ടികളൊക്കെ ഇടുമ്പോഴാണ്. റെഡ് കളർ ഉണ്ടായില്ലേ ക്രിസ്മസ് ഒക്കെ, എന്താ ഭംഗിയായിരുന്നു ആ ഐറ്റം. അതിനല്ല റെഡ്, അതൊക്കെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു പോയി. ഇനി അടുത്ത ക്രിസ്മസിന് വെറൈറ്റികൾ ഇനിയും വരും. ഇനി എന്താ കുട്ടികളുടെ ലേഡീസ് ജീൻസ് ആണ്. കാപ്രി ഉണ്ട്. കുട്ടികളുടെ കുട്ടികളെന്ന് ചോദിച്ചാൽ ഗേൾസും ഉണ്ട് ലേഡീസും ഉണ്ട്. ലേഡീസ് എന്ന് പറയുമ്പോൾ എത്ര ഇയേഴ്സ് വരെ? ലേഡീസ് ആകുമ്പോൾ നമ്മളെ സൈസ് ഉണ്ട്. അപ്പൊ കുട്ടികൾ മാത്രം ഇവിടെ കിട്ടുള്ളൂ പറഞ്ഞിട്ട്? അല്ല ലേഡി ഇത് അല്ല ടോപ്പ് ചെയ്യുന്നുണ്ടല്ലോ, XL ടോപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ പിള്ളേർക്ക് ജീൻസ് കൊടുക്കണ്ടേ? വേണം. അപ്പൊ ഇത് ഞെട്ടിച്ചോണ്ടിരിക്കണം എന്നെ മൊത്തത്തില്. വലിയൊരുക്കുള്ളത് അല്ലേ? ഇത് 5 ബട്ടൺ 3 ബട്ടൺ. ഇത് 5 ബട്ടൺ ബാഗി സ്റ്റൈലാണ്. കോട്ടൺ 5 ബട്ടൺ ആണോ 3 ബട്ടൺ ആണോ വേണ്ടത്? മോം സ്റ്റൈൽ ആണോ വേണ്ടത്? ബാഗി ആണോ വേണ്ടത്? ഒക്കെ പാൻസിന്റെ ഇതും വെറൈറ്റി ബാഗിലല്ലേ? അതില് 4 പോക്കറ്റ് വരുന്നത്. ഇത് അടുത്തൊരു ഡിസൈൻ. ഇത് ജീൻസിന്റെ ഒരു പ്ലാജോ ഉണ്ട്. പലാസോ മോണോപ്പൊലി ഐറ്റമാണ്. അത് സിമ്പിൾ കാണിക്കാം. സൂപ്പർ മൂവിംഗ് ഉള്ള ഐറ്റമാണ്. ഇതൊക്കെ കുട്ടികൾക്ക് ഇത് വീഡിയോയിൽ കാണുന്നറിയില്ല. ഇത് കണ്ട ഡാമേജ് അല്ല, അത് ഡാമേജിംഗ് ആണ്. ഡിസൈൻ ആണ്. ഡിസൈനിന്റെ പേരാണത്. ഡിസൈനിന്റെ പേരാണ് ഡാമേജിങ്. ശരിക്കും ഡാമേജ് പീസ് അല്ല, പക്ഷെ ഡിസൈനിന്റെ പേരാണ് ഡാമേജിങ്. അടിപൊളി പേരല്ലേ? കാണുമ്പോ ഒരു വെറൈറ്റി തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഷോർട്സ് അല്ലേ? ഇത് ഷോർട്സ്. പ്ലാനും സ്റ്റിക്കറും. ഇത് സ്റ്റിക്കറാണ്. ഇതിലെ പ്ലാനും എല്ലാ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഷോർട്സിന്റെയും വെറൈറ്റീസ് ഇഷ്ടം. ഇതെന്താ? പ്ലാജോ ആണ്. ഇത് സോഫ്റ്റ് ജീൻസ് ആണ്. മറ്റേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത്. ഡെനിമിന്റെ പ്ലസ് സൂപ്പർ സാധനമാണ്. അപ്പൊ ലേഡീസിന് ഇവിടെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കുട്ടികളെ മാത്രം. മോഡൽ ഉണ്ട്. ഓക്കെ, ഞാൻ ഇടയിൽ പോയിട്ട് എടുക്കാം. പിന്നെന്താ, എനിക്ക് ഇത്ര തടിയൊന്നുമില്ല. അടിയിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിന്നിട്ട് പിന്നെ പോംപോമിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. ഇത് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ വെറൈറ്റികൾ. പിന്നെന്താ, അതെ പാൻസിന്റെ വെറൈറ്റി വരുന്നല്ലോ. ഓ, ഇതില് കുട്ടികളുടെ സൈസും ഉണ്ട്, വലുതും ഉണ്ട്. അപ്പൊ എത്ര സൈസ്? എങ്ങനെ സൈസ് വരെ? 32 വലുത്. വലിയ അളവ് 28-32 വരെ സൈസ് വരുന്നുണ്ട്. നമ്മളൊക്കെ ഇതിൽ കേറാം. കളർ വരും, വേറെ മേലെ ഡിസൈൻ വരും, പല പല ഐറ്റം വരും ഇതില്. ഡെനിമിൽ തന്നെ പ്രിന്റഡ് ആയിട്ട് വരുന്നത് ഡിസൈൻസ്. അതുപോലത്തെ ഐറ്റം വരും. ഐറ്റംസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഡെനിമിൽ തന്നെ ഇത്രയും വെറൈറ്റീസ് കണ്ടോ. ഇനി നമുക്ക് ഫ്രോക്കിൽ സിമ്പിൾ ആണ്. ഇതൊക്കെ വലിയൊരുക്കുള്ളതല്ലേ? ഇത് നമ്മള് ഗൗൺ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സൈസ് 24-34 ഗ്രൂപ്പ് വരും. പിന്നെ 36, 37, 40 സൈസ് തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് സൈസാണ്. അത് കമ്പനിക്കാർ കട്ട് സൈസാണ് ചെയ്യണത്. ഇത് സ്റ്റാൻഡേർഡ് 40 സൈസ് തന്നെ. വേറെ കമ്പനിയിലേക്ക് XL സൈസിന് വലുപ്പമാണ് 40. കയ്യിലുള്ള സൈസ് എന്ന് പറഞ്ഞെങ്കിൽ 38 സൈസാണ്. വലുപ്പം നോക്കിയോ. L സൈസിന് വലുപ്പം ഇത് കിട്ടുള്ളൂ. ഇത് സ്റ്റാൻഡേർഡ് സൈസാണ്. അപ്പൊ L സൈസ് എന്ന് പറയുമ്പോൾ 40 ശരിക്കും വരേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് 38 L സൈസ് കിട്ടും. അപ്പൊ അങ്ങനെയാണ് സൈസസ് വരുന്നത്. ഇതിന്റെ വെറൈറ്റീസ് നോക്കി, നമുക്ക് ഇതിന്റെ വെറൈറ്റീസ് കുറെ കാണാം. കണ്ടോ, ഗൗണിന്റെ വെറൈറ്റീസ്. അപ്പൊ ഇതും നമുക്ക് ബൾക്ക് തന്നെയാണ് എടുക്കേണ്ടത്. ഹോൾസെയിലാണ്. വീണ്ടും എടുത്ത് പറയാണ്, ബൾക്ക് ടു ബൾക്ക് തന്നെയാണ് എടുക്കേണ്ടത്. ഇതിൽ സ്ട്രഗ് ഉള്ളതുണ്ട്. ഇതൊക്കെ പാർട്ടി വെയറിൽ സൈസ് കിട്ടും. പാർട്ടി വെയർ കളക്ഷൻ സൂപ്പർ. റെഗുലർ ആയിട്ട് സിൽവർ ബീഡ്സ് എന്ന് പറയാം. അത് നമ്മൾ റെഗുലർ ഐറ്റമാണ്. ഇത് റെഗുലർ പോയിക്കൊണ്ടിരിക്കുക. ആൾക്കാർ വരും. പക്ഷെ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കേട്ടോ. അത് 2 പീസ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. കണ്ടോ, ഇത് പക്ഷെ അറ്റാച്ച്ഡ് ആണ് ഇവിടെ വരുന്നത്. പക്ഷെ സൂപ്പർ പീസാ കേട്ടോ. ഓവറോൾ അടിപൊളി ഒരു പീസ്. ഇതിന്റെ തന്നെ കളേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനി ഇതിൽ തന്നെ ഈ പോലെ ഇത് 8 to Z ഇത് ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇത് മാത്രമല്ല 4 കളർ വൈസ് ആണ്. ഇപ്പൊ കാണിച്ച എല്ലാ 4 കളേഴ്സ്.
വിത്ത് സോളാണ്. ശരി, ഒരു കണ്ണാടി ഇല്ലാണ്ടായി പോയില്ല കാണാനായിട്ട്. എന്ത് രസമാണ് കാണാൻ. അതുപോലെ മിറർ ഇല്ല, എനിക്ക് നേരിട്ട് കാണാൻ. എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ നിങ്ങൾ പറഞ്ഞേ? പിന്നെ സൂപ്പർ അല്ലേ? സൂപ്പറാണ്, വിത്ത് ബെൽറ്റ് അടക്കം. പിന്നെ അതേ പോരാത്തതിന് ഒരു ദുപ്പട്ട കണ്ടോ, അടിപൊളി ഒരു ദുപ്പട്ട, ഫുൾ സറോസ്കി ഡയമണ്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള. സത്യം കണ്ടോ, സൂപ്പർ പീസാട്ടോ. എന്തായാലും അടിപൊളി, ഫുൾ വർക്കോട് കൂടിയിട്ട്. കണ്ടിട്ടും മതിയാവണില്ല എനിക്ക്. ഇത് വേറൊരു കളറിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് യോക്കിൽ വർക്ക് വന്നിട്ടുള്ളത്. ഫുൾ ഹാൻഡ് വർക്കും ലേസിൻ്റെ ഡീറ്റെയിലിങ്ങും എല്ലാം. ഇതൊരു പോപ്കോൺ മെറ്റീരിയൽ പോലെ കേട്ടോ, ഒരു ക്രഷ് പോപ്കോൺ മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് അത് കാരണം ഒരു കനുണ്ട്, വെയിറ്റ് പോലെ തോന്നുന്നുണ്ട്. നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഇത് അടുത്തൊരു കളക്ഷൻ, കുറേയൊക്കെ വെറൈറ്റി ഉണ്ടല്ലോ. ഇത് മഞ്ഞയിൽ ഫ്രോക്കുകൾ, മഞ്ഞയുടെ വെറൈറ്റീസ് ഇഷ്ടം പോലെ. ഡിസ്പ്ലേ ഇടാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് താഴെ വെച്ചാണ്. ഇത് സാമ്പിൾസ് അല്ലേ? കാര്യം പറഞ്ഞില്ലേ, മറ്റേ യെല്ലോ ആണ്. എന്താ ഭംഗിയാ ആ റെഡ് ക്രിസ്മസിന്. അതെ ആ ചെറിയ പീസ് അറ്റത്ത് 2 കാണില്ലേ? ആ അറ്റത്ത് 2 ഈ കാണുന്ന 2 പീസാണ്. അതിൻ്റെ തന്നെ വലിയ പീസാണ് ഇപ്പം നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കണത്. ഇതിൻ്റെ വലിയ പീസാട്ടോ, സെയിം പാറ്റേണിൽ തന്നെ. ഇതിൻ്റെ തന്നെ ഒരു റെഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ പോയി. ഇതൊക്കെ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ട് വീണ്ടും ഇറക്കാം. ഇതുണ്ടല്ലോ, ഇത് ഇപ്പോഴത്തെ ഈ കമ്പനിയുടെ പുതിയ ഡിസൈനാണ്. ഈ കമ്പനി അത്ര സെയിം കളർ കിട്ടും. ഓക്കെ, ഇതാണ് ഇത് പാറ്റേൺ. ഇതിൻ്റെ തന്നെ ഇത്ര കളർ കിട്ടും. 8 to Z കളർ സ്റ്റോക്ക് ഉണ്ട്. ഈ ഫുൾ കളേഴ്സ് അവൈലബിൾ ആണ്, സെയിം പാറ്റേൺ. സ്പേസ് ഇല്ല കാരണമാണ് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ ഇത് റീറ്റെയിൽ ഷോപ്പ് ഒന്നല്ലല്ലോ, ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാറ്റലോഗ് ബേസിൽ അങ്ങനെയൊക്കെയാണ് നമുക്ക് സെലക്ട് ചെയ്യാറുള്ളത്. സാധാരണ കച്ചവടക്കാരൊക്കെ അങ്ങനെ ചെയ്യണത്. ഇത് ഇവിടെ എന്തൊക്കെയോ പീസുകൾ ഇരിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? അടിപൊളി, നല്ല സൂപ്പർ പീസിലെ വെസ്റ്റേൺ വെയറിൽ. ഇതെല്ലാം വെസ്റ്റേൺ വെയർ സെലക്ഷൻ ആണ്, നല്ല വെസ്റ്റേൺ വെയർ ആണ്. എടുത്ത് കാണിക്കുമ്പോൾ അറിയാൻ പറ്റില്ല. കുഞ്ഞ് കാപ്രിയാന്ന് തോന്നുന്നു. ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ബെൽറ്റും ഉണ്ട്. അതുപോലെ കാപ്രി മോഡൽ ആയിട്ടുള്ള പാൻറ് അടക്കാൻ വരുന്നത്. ബെൽറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അങ്ങനെ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇത് വരുന്നത്. യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ഗ്രീൻ. അപ്പോൾ 4, 5, 6 അങ്ങോട്ട് വരും കേട്ടോ ഇതിൽ. 6 പീസിൽ. ഇതൊരു കാപ്രി മോഡൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരിക. കുട്ടികളുടെ ഇഷ്ടം പോലെ ജീൻസിൻ്റെ പാൻറ് വെച്ചിട്ട് അതിൽ ക്രോപ്പ് ടോപ്പിൻ്റെ തന്നെ വെറൈറ്റീസ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. ഇതും ക്രോപ്പ് ടോപ്പ്, അതിലിങ്ങനെ പാൻറ് വിത്ത് ബെൽറ്റ് എടുക്കാം കേട്ടോ. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ വരുന്നുണ്ട്, ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നുണ്ട്, പോപ്കോൺ മെറ്റീരിയൽ വരുന്നുണ്ട്, ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നുണ്ട്. ഓ, കുട്ടികൾക്ക് പലാസോ ഉണ്ടോ? അതും ടോപ്പൊക്കെ നല്ല ഒരു ഷൈനിങ് സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ പറഞ്ഞത്. അടിയിൽ പലാസോര പാൻറ്. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇത് ബനിയൻ സ്റ്റഫ് പോലെ. ഡെനിമിന്റെ ലുക്ക് ഉണ്ട്, ലൈക്ര സ്റ്റൈൽ ഡെനിമിന്റെ ലുക്ക്. ഇതിന്റെ പാൻറ് ഒരു കോൺട്രാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ ഇത് ഫുൾ കാണുന്നത് എംബ്രോയിഡറിയുടെ ത്രെഡ് വർക്കാണ്. ഇവിടെയും എംബ്രോയിഡറിയുടെ വർക്ക് തന്നെയാണ് വരുന്നത്. കോട്ട് വല്ല സാമ്പിൾ കുറേ ഉണ്ട്, എവിടെ നോക്കി എടുക്കണം ആകെ ഒരു കൺഫ്യൂഷൻ അല്ലേ? കുറേ. ഇതും വലിയ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ സൈസ്. ശരിക്കും കണ്ടോ, ഞാനും കുഞ്ഞു കുട്ടിയായി. ഓ, ഇതിന്റെ ഇങ്ങനെയും വരുന്നുണ്ടെന്നല്ലേ, ഇതേപോലത്തെ മോഡൽ തന്നെ. അപ്പൊ പാക്ക് വരുമ്പോ നമുക്ക് സൈസ് ഇത് 34 ഉം 38 ആണ് കേട്ടോ സൈസ് വരുന്നത്. ഇതേ കുഞ്ഞ് ആ ഒരു ലെവൻഡർ ഷെയ്ഡിൽ വന്നപ്പോഴേ നല്ല ഭംഗിയായി. നേരത്തെ കണ്ട ഒരു മോഡൽ തന്നെ കുറച്ച് ഡിഫറെൻറ്റ് പോലെ ഫീൽ ചെയ്യുന്ന. ഇത് മുകളിലായിരുന്നു ഇതിൻ്റെ പ്രിൻ്റ്, അടിയിൽ പ്ലെയിൻ ആയിട്ട് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് വർക്കുള്ളത്, അതിൽ അടിയിൽ പ്ലെയിൻ ആയിട്ടുള്ളത് തന്നെ സോഫ്റ്റിൽ വരുന്നത്, സോഫ്റ്റ് നെറ്റിൽ വരുന്ന ഐറ്റം. പിന്നെ പോപ്കോണിൻ്റെ മെറ്റീരിയലിൽ തന്നെ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആട്ടോ. ഇതിൽ 2 കളേഴ്സ് ഉണ്ട് അല്ലേ?
വൈൻ കളർ. നല്ല ഷെയ്ഡാണല്ലോ രണ്ടും. അങ്ങനെ നമ്മൾ കൊടുക്കാൻ റേറ്റ് ഈ കളർ വൈസ് ആണ്. കുട്ടികൾ അങ്ങോട്ട് കളർഫുൾ ആയിട്ട് അങ്ങോട്ട് നടക്കട്ടെ അല്ലേ. കളർ വൈസ് ആണ് കളിയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇപ്പുറത്തേക്ക് വരാം. സാറ്റിൻ ഫ്രോക്ക് ആണ്. സെറ്റിന്റെ ഇതിലെ ഒരു 20 കളേഴ്സ് ഉണ്ട്. ഈ സെയിം പാറ്റേൺ 20 കളർ ഉണ്ട്. 20 കളർ ഉണ്ടെന്ന്. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇത് ജാക്കറ്റ് ആണ്. ഇതില് ഒരു 15 അടുത്ത കളർ ഉണ്ട്. 15 കളർ ഉണ്ട്. 20-30 സൈസ് ഉണ്ട്. 32, 34, 36 സൈസ് ഉണ്ട്. 38, 40 ഉണ്ട്. ഒരു സൈസിലെ 20 കളർ ഉണ്ട്. അപ്പോൾ എന്തോരം വെറൈറ്റി ഉണ്ട് ഇതില്. പിന്നെ ഇത് ഒരെണ്ണത്തിൽ തന്നെ എന്തോരം വരാ. പിന്നെ ഈ ഒരു കടയിൽ സാമ്പിൾസ് മാത്രമാണ് ഈ ഇരിക്കുന്നത് മൊത്തം, അല്ലാണ്ട് ഒന്നും സ്റ്റോക്ക് അല്ല. ഇപ്പോൾ സെലക്ട് ചെയ്തെങ്കിൽ കൂടാന്നാണ് സാധനം പാക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഇല്ല. ഇവിടെ ഓൺലി ഓരോരോ കളർ ഓരോരോ സെറ്റ് ഉള്ളൂ. പിന്നെ ഇതെന്ന് വെച്ചാൽ അറ്റാച്ച്ഡ് അല്ല, അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മോഡലായിട്ട് ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് കൂടാണ്ട് നമുക്ക് ജാക്കറ്റ് വേണമെങ്കിൽ ജാക്കറ്റായിട്ട് യൂസ് ചെയ്യാം. ഇനി വരുന്ന കണ്ടോ ഇങ്ങനെ വരും ലുക്ക് കേട്ടോ. സൂപ്പർ ഐറ്റം. ഓരോന്ന് കാണിക്കുമ്പോൾ ഞാൻ എന്നാൽ മുന്നിൽ നിന്നോ നല്ല രസമായിട്ട് കാണാം. ഒന്ന് നോക്കിയാൽ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു പാർട്ടി വെയർ ഷിമ്മറി ആയിട്ട് കേട്ടോ. ഷിമ്മറി, അതിൽ ക്രോപ്പ് ടോപ്പ്, ഇതുപോലെ സീക്വൻസ് വർക്ക് വിത്ത് ദുപ്പട്ട അടക്കം വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ. ഏറ്റവും വലിയ ഇത് ഗുണം എന്താന്ന് ഞാൻ പറയാം, നല്ല സെലക്ടഡ് കളർ സ്റ്റാർട്ട് ആവും. വെറുതെ ആവശ്യം ഇത് പോണോ കളർ മാത്രം. ഇപ്പോൾ ഈ ഡിസൈൻ ഉണ്ടെങ്കിൽ ഓൺലി 2 കളർ സെലക്ടഡ് കളർ. 10 കളർ 5 കളർ അങ്ങനെയല്ല. ഇങ്ങനത്തെ ഐറ്റംസ് സെലക്ട് ഇത് കല്യാണത്തിന് അങ്ങനെ പാർട്ടി വെയറിൽ പോണ ഐറ്റങ്ങളാണ്. ഇതിലെ സെലക്ടഡ് കളർ മാത്രം പോവുള്ളൂ. അത് മാത്രം ഇതാ ഇപ്പോൾ കേരളത്തിലെ പുതിയ ട്രെൻഡ് ആയിട്ട് വരുന്നുണ്ട്. അമ്മക്ക് സാരി എന്താ കളർ ഉണ്ട് ആ കളർ ഉടുപ്പ് കിട്ടിയെങ്കിൽ അവരുടെ ഡ്രസ് കോഡ് ആവുള്ളൂ. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ കളർ സെലക്ട് ചെയ്യണം. ഓക്കെ അപ്പൊ 2 കളർ ഉണ്ടാവുള്ളൂ. കൂടുതൽ ജിഗ്ജാക്ക് ഫ്ലോറസെന്റ് കളർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ പുതിയ മെറ്റീരിയൽ ആണ്. ഇത് നമ്മുടെ ജിമ്മിച്ചു അല്ല ടിഷ്യൂ ആണ് കേട്ടോ. ടിഷ്യൂ ആട്ടോ ഇത്. ടിഷ്യൂല് ഇങ്ങനെ ക്രോപ്പ് ടോപ്പ്, അതിന്റെ കൂടെ ടിഷ്യൂന്റെ തന്നെ നമുക്ക് ഒരു ദുപ്പട്ടയും കൂടി വരുന്നുണ്ട്. ചുരാ കുഞ്ഞു കുട്ടികളുടെ എന്ത് വെറൈറ്റി അല്ലേ ഉള്ളത് കണ്ടോ. ഇതിൽ തന്നെ നല്ല നല്ല കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഈ കളേഴ്സൊക്കെ നമുക്കൊന്ന് കണ്ടാലോ നോക്കിയിട്ട് ഇതേ അപ്പോൾ അടുത്ത വെറൈറ്റി വന്നു കണ്ടോ. നെറ്റിൽ തന്നെ ഇതിൽ ക്രോപ്പ് ടോപ്പ് വരുന്നുണ്ട്. മാത്രമല്ല അപ്പോൾ ഇതിലെ കളർ നോക്കിയോ, 2 സെലക്ടഡ് കളർ, മസ്റ്റേർഡ് യെല്ലോ വൈൻ ഷെയ്ഡും. സൂപ്പർ. പിന്നെ ഈ കാണുന്നതൊക്കെ ഇതിന്റെ സാമ്പിൾസ് എന്ന് വെച്ചാൽ ഒരു കെട്ട് മാത്രം വേണമെന്ന് വെച്ചാൽ ആ കെട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാം. അല്ലാണ്ട് ബൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ഗോഡൗണിൽ തന്നെ ഉണ്ട് ഫുൾ സ്റ്റോക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നോക്കാം. അയ്യോ എന്താ രസം നോക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കളക്ഷൻ. ഇതൊക്കെ ഇതിന്റെ ഫുള്ള് ഇപ്പൊ നേരത്തെ കണ്ടതിന്റെ സ്റ്റോക്കുകൾ മറ്റേ സാമ്പിൾസ് ഇത് വേറെ വെറൈറ്റി ആണ്. ഇത് ഞാൻ സാമ്പിൾ അയച്ച് കാണിച്ചില്ല. ഇത് വേറെ വെറൈറ്റി ആണ്. നോക്കാം. ഫോട്ടോ ഉണ്ട് ഇതിന് മേലെ, ഫോട്ടോ ഉണ്ട്. ഇത് വേറെ വെറൈറ്റി ആണ്. ഇങ്ങനെയായിരിക്കും ലുക്ക്. അപ്പോൾ 2 ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുമ്പോൾ 2 ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. അതേ പോണോ ഒക്കെ കൂടിയിട്ട് ഇഷ്ടം പോലെ. ഇത് ഫാൻസി ഐറ്റം ആകുമ്പോൾ ഫ്ലോറസെന്റ് കളർ പോകില്ല. അത് സെലക്ടഡ് കളർ പോവുള്ളൂ. ഓരോ ഐറ്റം. അപ്പോൾ ഇതൊരു ഫ്രോക്ക് ഉണ്ടെങ്കിൽ ഈ ഫ്രോക്ക് നോക്കുമ്പോൾ എത്ര കളർ ഉണ്ട്. ഈ ഫ്രോക്കിന്റെ കളേഴ്സ് ഇതിന്റെ തന്നെ കളേഴ്സുകളാണ് കാണുന്നത് കേട്ടോ. അപ്പം നേരത്തെ കണ്ടതിലൊക്കെ 2 കളർ 3 കളർ, ഇതിലൊക്കെ ആകുമ്പോൾ കുറേ കളേഴ്സ്. അവർക്ക് കളർ വേണം. അതെ. അടുത്ത മോഡൽ ഇത് ഇരിക്കണതല്ലേ. എത്ര കളേഴ്സ്? ഇപ്പൊ ഈ കാണിക്കുന്നതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ ഇരിക്കണത് മൊത്തം. ഫുൾ ഇങ്ങനെ കൺജക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. പറഞ്ഞ അത്രയധികം സാമ്പിൾസ് ഇരിക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് ബേസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതാ വൈറ്റില്. പിന്നെ ഞാൻ നേരത്തെ പിടിച്ചത് അതെ പോപ്കോണിന്റെ പറ്റിയിട്ട് ആ ഒരു ഇമ്പോർട്ടൻ്റ് ഫാബ്രിക് മോഡൽ കൊടുത്തിട്ട് അടിയിൽ ആ ഒരു നെറ്റിന്റെ വർക്ക് കേട്ടോ. നേരത്തെ നോക്കിയില്ലേ ഇതിൽ എത്ര കളർ ഷർട്ട് ഉണ്ട് നോക്കിയോ. നേരത്തെ നമ്മൾ കണ്ടില്ലേ എത്ര കളർ ഷർട്ട് ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് കണ്ടതിന്റെ കോട്ടന്റെ ചിക്കൻ കറി വർക്കിൽ അങ്ങനെ വെറൈറ്റീസ്. പിന്നെ ഇപ്പുറത്തേക്ക് വരാം, കാരണം ഒരുപാട് ഉണ്ട്. എല്ലാം കാണിക്കണം എന്നുണ്ട്, എന്നാലും നമുക്ക് പരമാവധി നമ്മൾ കാണിക്കുന്നുണ്ട്. ഇത് മൊത്തം മൾട്ടി കളർ, കളർഫുള്ള് കണ്ടോ. അടിപൊളി അല്ലേ. കുട്ടികളൊക്കെ ഇട്ട് വരുമ്പോഴുള്ള ഒരു ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആസ്വദിച്ച് നോക്കിയാൽ എന്താ രസമായിരിക്കും. കുട്ടികളുള്ളവർക്ക് പിന്നെ എത്ര ഡ്രസ്സ് കൊടുത്താലും നമുക്ക് മതിയാവില്ല. ഇതും നേരത്തെ നമ്മൾ ആ ഈ ഒരു പാറ്റേൺ അല്ലല്ല, ഇത് വ്യത്യാസമുണ്ട്. ഇല്ല ഇത് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം എത്ര വെറൈറ്റി ആയി.
അതൊന്നും ആയിട്ടില്ല. ഇനി അത് നോക്കണമെങ്കിൽ 2 ആഴ്ച വേണം. 2 ആഴ്ച വേണമെന്ന്. ഇപ്പൊ ഇതിലും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ കളേഴ്സും ഇത് മാത്രമല്ല, നമ്മൾ പ്രത്യേകം നോക്കണം, ഇത് 2 ഫുൾ എംബ്രോയിഡറി ആണ്. കണ്ട, സാധാരണ കമ്പനിക്കാർ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഫ്രണ്ട് മാത്രം എംബ്രോയിഡറി കൊടുക്കും, ബാക്ക് പ്ലെയിൻ കൊടുക്കും. അതില്ല, ഫുൾ ബാക്കും എംബ്രോയിഡറി ആണ്. ബാക്കും ഫ്രണ്ടും ഒരേപോലെ. എന്ന് വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ തിരിയുമ്പോ മൊത്തം അങ്ങോട്ട് കിടന്ന് ഡാൻസ് കളിക്കുമ്പോ എല്ലാം കാണണം. അപ്പൊ അതിന്റെ വെറൈറ്റീസ്. അപ്പൊ ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് പോയാലോ. ഇപ്പുറത്തെ സൈഡ് എന്താണ്? ഇത് ബോയ്സ് സെക്ഷൻ ആണ്. ഇവിടെ ചേച്ചിമാര് പാക്കിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഗേൾസിന്റെ ടോപ്സ്, അതൊക്കെ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് സ്കേർട്ട് മാത്രമുണ്ട്. ഇതിന് പല കുറെ കളർ ഉണ്ട്. അങ്ങോട്ട് തിരിഞ്ഞു, അങ്ങോട്ട്. അതാ സ്കേർട്ട് മാത്രമായിട്ടും കിട്ടും. ഓക്കെ, സ്കേർട്ട് മാത്രം. ഫാൻസി ഉണ്ട്. ഇപ്പോൾ ഡെനിമിലേക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് ഷിഫോൺ ടൈപ്പ് ആണ്. അപ്പോൾ സ്കേർട്ട് മാത്രമായിട്ടുള്ളതുകൊണ്ട് ഷിഫോൺ. ഇതൊക്കെ ബോക്സ് പാക്കിംഗിൽ ഉണ്ട്. ഫ്രോക്ക് ഗിഫ്റ്റ് പാക്കിംഗ് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ വെച്ചാണ്. ഇതൊക്കെ ബോക്സ് പാക്കിങ്ങിൽ വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഈ ബോക്സിൽ തന്നെ ഇരിക്കേണ്ടി വരും, എന്നല്ലെങ്കിൽ ബോക്സ് മിക്സ് ചെയ്യും. ഇത് ചെറിയ കുട്ടികളുടെ നല്ല പാർട്ടി വെയർ ഫാൻസി ഫ്രോക്കുകൾ. ഇതുമ്പോ എങ്ങനെ ബോക്സ് എന്ന് പറയുമ്പോൾ എത്ര എടുക്കണം, എങ്ങനെ ഇതിന്റെ ഒക്കെ വരും? ഇത് 18 22 സൈസിൽ ഒരു ബോക്സ് സെറ്റാണ്. 4 പീസിന്റെ സെറ്റ് വരും. അപ്പോൾ ഇതിന് 4 പീസ് എടുക്കണം, ഒരു സെറ്റ്. അങ്ങനെ ഇത് അടിപൊളിയാണല്ലോ. ഫുൾ ഒരു ബർത്ത്ഡേ ഫ്രോക്കാണ് കേട്ടോ കാണുന്നത്. നല്ലൊരു ഷിമ്മറി ആയിട്ട് വരുന്നത്, ഫുൾ ബോക്സ് പാക്കിങ്ങിൽ വരുന്നതാണ്. പിന്നെ വരുന്ന ഐറ്റംസ് 3/4 സെക്ഷൻ ആണ് ഈ കാണുന്നത്. കുട്ടികളുടെ 3/4 സാമ്പിൾ ആണ്. നമ്മളെ ഇടയിൽ നിന്ന് വലിച്ച ഒക്കെ കൂടി ഇടിഞ്ഞു പൊളി നിലത്തേക്ക് വിടും. ഇത് ആൺകുട്ടികളുടെ. ഇത് കോട്ടൺ ഉണ്ട്. ഇത് കോട്ടണിലെ പ്ലെയിനും ഉണ്ട്, പ്രിന്റും ഉണ്ട്, ഡെനിമും ഉണ്ട്. ഡെനിമിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡെനിമിൽ വരുമ്പോൾ ഇങ്ങനെ. അതിന് ഇതിപ്പോൾ 3/4 ആണ്. അത് ഷോർട്ട് ആയിട്ടുള്ളതുണ്ട്, പാൻറ് ടൈപ്പ് ആയിട്ടുള്ളത്. ഡെനിമിൻ്റെ ഉണ്ട്. ജസ്റ്റ് സാമ്പിൾസ് കാണിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇരിക്കുന്നത് ഇത് ട്രൗസർ ടൈപ്പ് ആയിട്ടുള്ളത്, ഷോർട്സ് അങ്ങനെ യൂസ് ചെയ്യാനായിട്ടുള്ളത്. ഇത് 3/4. പാൻറ് വേണമെങ്കിൽ പാൻറ്റും ഉണ്ട്. അങ്ങനെ ഇതിന് കളേഴ്സും ഉണ്ട്. ടൈപ്പ് ഇല്ല, ഇതിപ്പോ കളർ ഇതായാലും ബ്ലാക്ക്, അങ്ങനെ പല കളേഴ്സ്. അത് അതല്ല പറഞ്ഞു എന്ന് മാത്രം, എല്ലാ കളേഴ്സ് ഉണ്ട്, കളറുകളുണ്ട്. ഇതാ കളേഴ്സ് കേട്ടോ. കളേഴ്സ് ഇനിയും ഉണ്ട്. നമുക്ക് കയ്യിൽ ഇങ്ങനെ കിട്ടിയത് മാത്രം എടുത്ത് കാണിക്കുന്നുള്ളൂ. ടീഷർട്ട് വരുമ്പോ എങ്ങനെയാ? എത്ര ഇത് സൈസ് തൊട്ട് എത്ര സൈസ് വരെ എങ്ങനെയാ പറഞ്ഞേ? 18 മുതൽ 36 വരെ. ഓക്കെ. വാവ്, അടിപൊളി അല്ലേ? ടീഷർട്ടിനും വെറൈറ്റീസ് ഇഷ്ടംപോലെ. പിന്നെ ഇത് സ്ട്രെച്ചബിൾ ആയാലും വീണ്ടും വിടുമ്പോൾ സെയിം ആ ഒരു പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. അലിക്കാലും അതേ തന്നെ സെയിം ഇതിൽ വന്ന് കിടന്നോളും. ഇതും ടീഷർട്ടിന്റെ. ഇതൊക്കെ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെയാ? ആൺകുട്ടികൾക്ക് ഇത്രയും വെറൈറ്റി ടീഷർട്ട്സാ? പിന്നെ പെൺകുട്ടികളുടെ ഞാൻ ആദ്യം കേറുമ്പോൾ കാണിച്ചില്ല. അപ്പൊ ഇത് ആൺകുട്ടികളുടെ കളക്ഷൻസ്. അത് മാത്രമല്ല, കളർ ചാർട്ടും വെറൈറ്റി കളർ ചാർട്ടാണ് ഇതിൽ. ഓഹോ, ലൈൻ വേണോ, സ്ട്രൈപ്പ് വേണോ, പ്രിന്റ് വേണോ, വർക്ക് വേണോ, എംബ്രോയിഡറി വേണോ, അങ്ങനെ 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 വെറൈറ്റീസ് കേട്ടോ. ഇതൊക്കെ സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. പക്ഷെ നല്ല ടൈപ്പ് മെറ്റീരിയൽസോ. ഇനി ഇതിൽ തന്നെ റൗണ്ട് നെക്ക് ഉണ്ട്, കോളർ നെക്ക് ഉണ്ട്. ഇത് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ഭയങ്കര കംഫർട്ടബിൾ സോഫ്റ്റ് ആയിട്ടുള്ള. കസ്റ്റമേഴ്സ് ഇടയ്ക്ക് വന്നത് കൊണ്ട് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു കേട്ടോ. ഇതുപോലെ ഇനിയും വെറൈറ്റീസ് ഉണ്ട്. ഇനി എന്താണ് വെറൈറ്റി? ഇത് ഫുൾ സെക്ഷൻ ടീഷർട്ട്സ് ആണ്. അപ്പോൾ ഈ ബോക്സിൽ എത്ര പീസ് ഉണ്ടാവും? 6 പീസ്. ഡിഫറെന്റ് കളർ സെയിം ഡിസൈനിൽ സെയിം. ഓഹോ, ഡിസൈൻ സെയിം ആയിരിക്കും, കളർ ഡിഫറെന്റ് ആയിരിക്കും. ഇതുപോലത്തെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇതാ ഇത്ര കളേഴ്സ് ഉണ്ട്. കളറുണ്ട്. ഓ, ഇതാ 12 കളറുണ്ട്. 12 ഡിഫറെന്റ് കളേഴ്സ്. അപ്പോൾ ടീഷർട്ടും ഉണ്ട്, ഷർട്ടും ഉണ്ട്, അങ്ങനെ അങ്ങനെ വെറൈറ്റീസ്. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് 26 ആണ് സൈസ് വരുന്നത്. വേറെ ഒരു ബ്രാൻഡ് ടീഷർട്ട് ആണ്. അത് 6 പീസ് വെച്ച് സെറ്റ് വരും. ഇതിന്റെ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. അതിന്റെ ഇത്ര കളേഴ്സ്. ഇതൊരു ഫുൾ ബോക്സിൽ ഇങ്ങനെ തന്നെ എടുക്കണം. അതെ, ഇത് കണ്ട ഇതുപോലത്തെ വെറൈറ്റീസ് ആണ്. അവർക്ക് സ്റ്റൈൽ ജാക്കറ്റ് മോഡൽ അല്ലേ?
ജാക്കറ്റ് പക്ഷെ അറ്റാച്ച്ഡ് ആയിരിക്കും കേട്ടോ. പ്രിന്റും വരുന്നുണ്ട്. ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നത്. ഇതിലും നമുക്ക് 4-5 കളേഴ്സ് എന്തായാലും എടുക്കണം. അത് മിനിമം ആണ്, അത് എടുത്തേ പറ്റുള്ളൂ. വേറെ നിവർത്തിയൊന്നുമില്ല. കാരണം ഇത് ഹോൾസെയിലാണ്. ഇവിടെയൊക്കെ എന്താ ഇത് ആരുടെയൊക്കെ എടുത്തു വെച്ചതാന്ന് തോന്നുന്നുണ്ട്. 3/4 ഞാൻ അവിടുന്ന് ഇവിടെ ഒക്കെ കിട്ടുമ്പോൾ എടുത്ത് കാണിക്കാം. ഇത് പാക്കിങ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഹുഡീസിൽ ഷോർട്ട് സ്ലീവും വരുന്നുണ്ട്, ലോങ് സ്ലീവിലും വരുന്നുണ്ട്. ഇതൊക്കെ ബാക്കിൽ പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ്. അവിടെ ഇവിടെ ഒക്കെ കാണുന്നത് എടുക്കണ് നമ്മൾ. ഇത് ഫുൾ ടീഷർട്ടാണ് കേട്ടോ. ടീഷർട്ടിന്റെ വെറൈറ്റീസ് ഫുൾ ബോക്സ് പാക്കിംഗ്. നിങ്ങൾ ചോദിച്ചില്ലേ ചെറിയ കുട്ടികൾക്ക് ബോൺ ബേബി, ഇതെല്ലാം ബോൺ ബേബി ഐറ്റംസ്. ബോൺ ബേബീസിന് ഫ്രണ്ട് ഓപ്പൺ 3 പീസ് 6 പീസ് സെറ്റ്. ഇത് കണ്ട ഫ്രണ്ട് ഓപ്പൺ സൂപ്പർ സാധനമാണ്. അതിന്റെ ഒരു ട്രൗസർ അച്ചടാ ചെറിയ കുട്ടികൾക്ക് ബോൺ ബേബി. ഇതെല്ലാം ബോൺ ബേബീസ് ആണ്. ഇത് ഫ്രണ്ട് ഓപ്പൺ വരുന്നുണ്ട്, അല്ലാത്തത് കെട്ട് ഉടുപ്പ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതാ ഇത് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് മിക്സ്. കുട്ടി ആ സമയത്ത് ആണാണോ പെണ്ണാണോ എന്നൊന്നും നോക്കണ്ട, എങ്ങനെ വേണേലും. സൂപ്പറല്ലേ, വൈറ്റ് ഒക്കെ കുട്ടികൾ ഇട്ട് വരുമ്പോൾ ഒരു രസം വേറെ തന്നെയാണ്. ഇതൊക്കെ ഫ്രണ്ട് ഓപ്പൺ. ഇത് സെയിം ഫുൾ വൈറ്റില്ല വരുന്നത് അല്ലേ? ഇതല്ലേ? ഓക്കെ. കളേഴ്സിലും വരുന്നുണ്ട്. അപ്പോ ഇത് 3 മന്ത് വരയ്ക്ക് ഇടാം അല്ലേ? ഈ ഒരു സെക്ഷൻ. ഇനിയും ഇങ്ങോട്ട് വരൂ കുട്ടികളെ മക്കളെ എല്ലാവരും ഓടി ഓടി വരിക. ലിറ്റിൽ ജൂനിയർ അല്ലേ? ലിറ്റിൽ ഹബ്. ഇത് ഒരു പീസിനകത്ത് 2 ടോപ്പും 2 നെക്കറും ഉണ്ട്. ഒരു പീസിനകത്ത് 2 ടോപ്പും 2 നെക്കറുണ്ട്. അപ്പോൾ 2 മോഡലായിട്ട് യൂസ് ചെയ്യാം. സ്ലീവ്ലെസ്സും ചെയ്യാം, കൈയുള്ളതും ചെയ്യാം. സ്ലീവ്ലെസ്സും 2 ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൽ പ്രിന്റ് വരുന്ന, ഒരെണ്ണത്തിൽ പ്ലെയിൻ വരുന്നത് കേട്ടോ. അതിന്റെ 3 കളേഴ്സ് ഉണ്ട്, ബ്ലൂ, യെല്ലോ, റെഡ്. ഇനി ഇത് ഒരു ഇങ്ങനെ റോംബർ ഐറ്റംസ്. ഇതൊക്കെ ആ ഒരു ജീൻസിന്റെ ഇത് വരുന്നത് കേട്ടോ. അതിൽ ടോപ്പിന്റെ കളേഴ്സ് മാറും. ബ്ലൂ വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്. ഉടുപ്പ് ഇതൊക്കെ പെൺകുട്ടികൾക്കാണ് കേട്ടോ. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉണ്ട്. ഇത് പെൺകുട്ടികളുടെ ലൈറ്റ് ഷെയ്ഡിൽ ലൈറ്റ് കളക്ഷൻസിൽ വരുന്ന ഐറ്റം. ഇത് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടിയെ വിളിക്കുന്നുണ്ട് പപ്പാന്ന് പറഞ്ഞിട്ട്. കുട്ടി ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നുള്ളൂ. റോംബറിൽ തന്നെ. റോംബറിൽ ഇത് സിമ്പിളായിട്ടുള്ള ഉടുപ്പ് കേട്ടോ. ഉടുപ്പാണ് വരുന്നത്, സിമ്പിളായിട്ട് വരുന്നത്. ഹാങ്കർ ടൈപ്പ് ഫുൾ പാന്റ്. മഴക്കാലമല്ലേ, അതുകൊണ്ട് ചെറിയ കുട്ടിക്ക് ഇതാണ് നല്ല മൂവി. ഇതില് തണുപ്പാകുമ്പോ അവർക്കും സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാൻ ഇതില് കളേഴ്സും വരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ആ ഒരു ലൈക്രയിൽ വരുന്ന ഡിസൈൻ. ഇത് ഇതേ സെയിമില്. അതിൽ സൈസ് വ്യത്യാസമുണ്ട്. ML XL ഉണ്ട്, 0 ഉണ്ട്. ഓക്കെ, 0 ഉണ്ട്. ഇനി ഓരോന്ന് എവിടുന്ന തപ്പണ് ഞങ്ങള്. ഇതിന് വലിയ ML XL സൈസ് ബോൺ ബേബിയുടെ. ഇത് തൊട്ട് 0 ആയിരുന്നു. ഇതിൽ കുറച്ച് മേലെ 1 വർഷം വരെ. ഓക്കെ, ഇതെല്ലാം ബോൺ ബേബീസ് ആണ്, 1 വർഷം വരെ. ഇങ്ങനെ വെറൈറ്റീസ്. ഇതൊക്കെ ബനിയൻസ് മാത്രം അല്ല, പാൻറ്റും ഉണ്ട്, നിക്കറുണ്ട്, പാൻറ്റും ഉണ്ട് കേട്ടോ. പാൻറ്റും ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടില്ല. ഇതൊരു ട്രൗസർ മോഡൽ. ട്രൗസർ മോഡൽ ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. പാൻറ് ഇത് 1 വർഷം വരെ കിട്ടുള്ളൂ. ഇനി ഇതാവുമ്പോൾ നമുക്ക് ഇത് പിടിച്ച് ഇത് ഇങ്ങനത്തെ ഒരു മോഡൽ. മോഡൽസ് ഇഷ്ടം പോലെ കളേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. 3 കളർ. അതെ. പിന്നെ വന്ന വെറൈറ്റീസ്. പിന്നെ ഇത് ബോൺ ബേബി 0 സൈസ് ബാബ സൂട്ട് സ്റ്റൈൽ. കുറച്ച് പാർട്ടി വെയർ. നമുക്ക് ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ട് ബർത്ത്ഡേക്ക് ഇടാം. അല്ല 3 കളർ വരും. നെക്കർ വരും, 3/4 വരും.
ഇത് സെപ്പറേറ്റ് ആക്കാൻ പറ്റും കേട്ടോ. അപ്പൊ separate ആക്കാൻ ടു സ്റ്റൈലിൽ നമുക്ക് ജാക്കറ്റ് വേണമെങ്കിൽ ജാക്കറ്റ്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാം. കുറേ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ നമുക്ക് പുറമേന്ന് കാണുമ്പോൾ അത്ര തോന്നില്ല ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് കടയുടെ പുറമേന്ന് കാണുമ്പോഴേ. പക്ഷെ ഇത്രയും കളക്ഷൻസ്. ഇനി ഷർട്ടിലേക്ക് കിടന്നു കേട്ടോ. നമ്മൾ ഇത്ര നേരം ആ ടീഷർട്ട് പോലെയല്ലേ കാണിച്ചേ, ഷർട്ടിന്റെ പല പ്രിന്റ്സിലുണ്ട്. പിന്നെ ഇതും ഷർട്ട്, പ്രിന്റുകൾ ഇങ്ങനെ മാറും കേട്ടോ. അപ്പോൾ തുണികളും വ്യത്യാസം ഉണ്ടാവും. അതിന് കൂടെ പാൻറ് ട്രൗസർ അടക്കം വരുന്നതാണ് കേട്ടോ. ഫുൾ ബോക്സ് പാക്കിങ്ങിൽ എടുക്കണം. അത് 3 പീസിന്റെ ഒരു സെറ്റ്. പാർട്ടി വെയറിൽ 3 പീസിന്റെ ഒരു ഹാങ്കർ ടൈപ്പ് ആണ് വരുന്നത്. അതിൽ ആദ്യം കാണിച്ച നെക്കർ ജീൻസ് ആയിരുന്നു. ഇത് കോട്ടൺ ആണ്. കോട്ടൺ. ഇത് നെക്കർ കോട്ടൺ ആണ്. മറ്റേ ജീൻസ് ആയിരുന്നു. ഇത് ജാക്കറ്റ് ആണ് കേട്ടോ. ജാക്കറ്റ് ഡാർക്ക് കളർ ഉണ്ട്. മറ്റേ ആദ്യം കാണിച്ച വൈറ്റ് ബേസ് ആണ്. ഇത് ഡാർക്ക് കളർ ഉണ്ട്. 2 ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഉള്ളില് ഡാർക്ക്, പുറത്ത് ലൈറ്റ് അങ്ങനെ ഉൾട്ട ഇഷ്ടംപോലെ പ്രിന്റ് വരും. ഇപ്പോഴത്തെ എല്ലാം ട്രെൻഡ് കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലേ. ഇഷ്ടംപോലെ പ്രിന്റ് വരും. ലൈറ്റ് ഷാർട്ട് വേണം ലൈറ്റ് ഷാർട്ട്, ഡാർക്ക് ഷാർട്ട് വേണം ഡാർക്ക് ഷാർട്ട്, എങ്ങനെ വേണമെങ്കിൽ സാധനം ഉണ്ട്. കുട്ടികളുടെ ലൈറ്റ് ഷാർട്ട് ഓവർകോട്ട്. ഇത് ഓവർകോട്ട് ടൈപ്പ്. അതൊന്ന് റിമൂവ് ചെയ്യാം. ജാക്കറ്റ് ടൈപ്പ് ആയിട്ട് വരുന്നത്. റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഇത് അറ്റാച്ച്ഡ് അല്ല. അതിന് കൂടെ നെക്കർ ലൈക്രാണ്. ഇലാസ്റ്റിക് നെക്കറാണ് ലൈക്ര. അങ്ങനെ. അപ്പോൾ ഇത് 3 പീസിന്റെ ഉണ്ട്, 2 പീസിന്റെ ഉണ്ട്, പിന്നെ 4 പീസായിട്ട് നമ്മൾ കണ്ടു. അത് 2 മോഡലായിട്ട് നമുക്ക് സൈസ് വൈസ് ഉണ്ട്. ആദ്യം ഏറ്റവും ചെറിയ സൈസ് 16 സൈസ് വരും, പിന്നെ 0 വരും, പിന്നെ 20 24 വരും. ഓക്കെ, ഇത് അടിപൊളിയുണ്ടല്ലോ. സെയിം ആ ഒരു ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ളത്, ഒരു ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ. അതിൽ ട്രൗസർ. ഇത് വരുമ്പോൾ കോട്ടൺ അല്ല, മറ്റേ ബനിയൻ സ്റ്റഫ്. ബനിയൻ അല്ല, ജീൻസിന്റെ സ്റ്റഫ്. പിന്നെ ഇതിൽ മാത്രം ഇത് നോക്കണം. ഇത് കണ്ട ഈ കളറും ഈ കളറും അതാണ് മെസ്സിംഗ് ഇഷ്ടപ്പെടില്ല. ഇത് നെക്കർ വെച്ച് ഇതിലെ മെസ്സിംഗ് ഇതാണ്. അപ്പൊ എങ്ങനെയാണ് കോമ്പിനേഷൻ? ഈ പ്രിന്റും ഈ കളർ വെച്ച് കോമ്പിനേഷൻ ആണ്. അതായിരിക്കും കോമ്പിനേഷൻ വരുന്നത്, ആ പ്രിന്റും ഈ കളറും അല്ലേ. ഈ ഡ്രസ് ഒക്കെ എടുക്കണ പിള്ളേരുണ്ടല്ലോ, അത്യാവശ്യം മനസ്സിലാക്കാൻ തുടങ്ങും. മമ്മിയുടെ കൂടെ വരുമ്പോൾ അയ്യോ മമ്മി ഇത് മെസ്സിംഗ് ഇല്ല, എന്താ മെസ്സിംഗ് ഇത് മെസ്സിംഗ് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അവരെ ഇഷ്ടപ്പെടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വൈറ്റ് മുകളിലത്തെ അടിയിൽ കറുപ്പ് പറയുമ്പോൾ ആൾക്കാർക്ക് കുട്ടികൾ പറയാം ഇത് ശരിയാവില്ല. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ പ്രിന്റിലും ഇതിലൊക്കെ വരുമ്പോൾ. അപ്പൊ നമുക്ക് ഷോപ്പ് എവിടെയാ വരുന്നത് ഇത് ശരിക്കും? ഇത് എറണാകുളം ഗോപാലപുരം റോഡില് ജയശ്രീ ഇന്റർനാഷണൽ പറഞ്ഞ അത്യാവശ്യം ഒരു 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 15 കൊല്ലമായി നമുക്ക് ഇവിടെ തന്നെ ഈ മാർക്കറ്റില്. ഈ മാർക്കറ്റ് 15 വർഷമായി. 20 വർഷം ഈ മാർക്കറ്റിലുണ്ട് നമ്മൾ. ഈ ഷോപ്പ് തുടങ്ങിയിട്ട് 15 ഇയർ ആയി. ഷോപ്പിന്റെ പേര് പറഞ്ഞത് ദി ജയശ്രീ ഇന്റർനാഷണൽ. മൊത്തം ഇന്റർനാഷണൽ കുട്ടികളുടെ ഐറ്റംസ്. അപ്പൊ ഇത് ഫുൾ വരുന്ന നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തെ മറ്റേ ടീഷർട്ട് പറഞ്ഞില്ലേ 15 അഗസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല വൈറ്റ് കളർ റൗണ്ട് നേക്കും കൊല്ലറും ടീഷർട്ട് ആണ്. ഇത് ജുബാണ്. അല്ല ഇതെല്ലാം ഓരോരോ സൈസിൽ സാമ്പിൾ ആണ്, ഓരോരോ ബോക്സ്. സാധനം അല്ല കൂടാനല്ല. അത് റെഡ് കളർ ടീഷർട്ടും ആ വൈറ്റ് ജുബ കണ്ടില്ലേ, ഓൺലി സാമ്പിൾസ് ആണ്. എല്ലാ സൈസിൽ ഓരോരോ സെറ്റ് വെച്ച്, ബാക്കി സാധനം അല്ല കൂടാനാണ്. ഇത് ബ്ലാക്ക് മാത്രമല്ല, ബ്ലാക്ക് ജീൻസ്, ജീൻസുകൾ മാത്രം, ജീൻസ് ഓൺലി ബ്ലാക്ക്. അതുപോലത്തെ സ്റ്റോക്ക് ആണ് നമ്മൾ നോക്കണം. ഇത് ഒരേ ഡിസൈൻ സ്റ്റോക്ക് നിങ്ങൾ നോക്കാം. സ്റ്റോക്ക് വെക്കണം. ഇത് സിംഗിൾ ബോക്സ് ബാബ സൂട്ട് ആണ്. പാർട്ടി വെയർ ആണ്. സിമ്പിൾസ് ആണെങ്കിൽ നല്ല പാർട്ടി വെയർ ഐറ്റംസ് ആണ്. പാർട്ടി വെയർ ഐറ്റംസ്. ഇതിന്റെ ഇടയിൽ പൊട്ടി വെട്ടുപോയി. പാർട്ടി വെയർ ഐറ്റംസ് ആണ്. ഹുഡീസ് ടൈപ്പ് ആയിട്ട് ടൈപ്പ് ആണ്. നല്ല പാർട്ടി വെയർ ആണ്. ഓഹോ സൂപ്പർ. ഇതൊക്കെ എത്ര വയസ്സ് വരെയുള്ളതാ? ഇത് 012 സൈസ് ആണ്. 012. ഇതിലെ മേലെ 16, 18, 20 സെയിം ഇതിൽ തന്നെ കിട്ടും. സെയിം ഇതിലെ 16, 18, 20 ഉണ്ട്. ഓക്കേ ഓക്കേ. ഇത് 012 ആണ്. ഇതും ഒരു വെറൈറ്റി, നല്ല അടിപൊളിയായ ഐറ്റം കേട്ടോ. സൂപ്പർ. ഇതിൻ്റെ കൂടെ ട്രൗസറും ഉണ്ട് ബ്ലാക്ക്. എന്താ രസം. ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. ഇതും വേറൊരു വെറൈറ്റി. ജാക്കറ്റിൽ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ നിക്കർ, ഇതിൻ്റെ വൈറ്റ് ഒരു ദീ ഷെയ്ഡാട്ടോ, വൈറ്റ് അല്ല ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ലുക്ക് വരുമ്പോ ഇങ്ങനെയായിരിക്കും ബോക്സ് പാക്കിങ്ങില്. ഇത് ഡെനിമിന്റെ ജാക്കറ്റില് ഇതില്ലേ ഇതിങ്ങനെ
ജാക്കറ്റിൽ നല്ലോണം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ പെഡൽ സൂട്ടാണ് ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ നല്ല മൂവിംഗ് ഉള്ള ഐറ്റംസ് ആണ്. ഇത് റോംബർ എന്ന് പറയാം. റോംബർ മോഡൽ. ഇതാ ഇതിൻ്റെ 2 ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇത് റോംബറാണ്, ഗ്രേ ഷെയ്ഡിൽ അല്ലേ? അല്ല 3 കളർ മിക്സ് വരും. 8 ഷെയ്ഡിൽ 3 കളർ മിക്സ് ആണ്. എന്തായാലും കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ വെറൈറ്റികളുടെ വെറൈറ്റികളായി. ഇത്രയും വെറൈറ്റി ഒരു കടയിൽ തന്നെ അല്ലേ? ഇതെന്തത് പോക്കറ്റാ? പേഴ്സ് എടുക്കാം. പേഴ്സ് എടുക്കാം. ഫുൾ പ്രിന്റോട് കൂടിയിട്ടാട്ടോ ഇത്. ബേസിക് ഐറ്റമാണ്. റോംബർ ടൈപ്പ് ആയിട്ട് നോർമൽ എപ്പോഴും കാണുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ പിള്ളേർക്ക് ഇടിക്കാൻ ഇഷ്ടം കേട്ടോ. നല്ല ഇത് എപ്പോഴും സ്റ്റൈല് പോവില്ല, എന്നാൽ എപ്പോഴും അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടക്കുകയും ചെയ്യും. അങ്ങനത്തെ വെറൈറ്റീസ്. ഇത് ജാക്കറ്റ് മോഡലിൽ തന്നെ കുറച്ച് ഹെവി പാർട്ടി വെയറിൽ വരുന്ന ഐറ്റം റോംബറിൽ. ഇതിവിടെ ഒരു പൂച്ച ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ഇത് അടിയിലത്തെ ഞാൻ കാണിച്ചില്ല. ഈ ഒരു സംഭവം കാണിക്കാണ്ട് പോയാൽ മിസ്സായി പോകും. ഹുഡീസാണ് ഡെനിമിൻ്റെ വിത്ത് സിബ് എടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ജാക്കറ്റ് ഇത് ടീഷർട്ടായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ട്രൗസർ ഡെനിമിൻ്റെ തുണി. ആ ഇതാ ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇത് കൂടാണ്ട് ഇത് ഞാൻ കാണിച്ചതാ നേരത്തെ കാണിച്ചു. ഇവിടെ ഉള്ളത് ഇതും ഇതേ ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നത്. അങ്ങോട്ട് പോകുന്ന ബേബി അവിടെ നിന്ന് ഇവിടെ വരെയാണ് 0 സൈസിലെ സെക്ഷൻ സാമ്പിൾ മാത്രം. ഓഹോ, അവിടെ നിന്ന് ഇവിടെ വരെ ഇത് സാമ്പിൾ. ഇത് കണ്ട നല്ല സാമ്പിൾസ് ആണ്. ഇപ്പൊ നമ്മൾ അയച്ചു കണ്ട ഒരേ സാധനം ഡബിൾ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. ഓ, ഇതെന്തായാലും തുറന്ന് കാണിച്ചാലേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ കാണിച്ചാൽ ശരിയാവില്ല. ഇത് 3 പീസിൻ്റെ ആണ്. പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇത് വരുന്നത്. ട്രൗസർ അടക്കം. ഇനി ഇത് ജാക്കറ്റ് ആണെങ്കിൽ ജാക്കറ്റിൽ തന്നെ ഇഷ്ടം പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ബോ ടൈപ്പ് ആയിട്ട് വരുന്നതാണ്. അതിൽ ട്രൗസറൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ഡെനിം, കോട്ടൺ അങ്ങനെയൊക്കെ. ഇത് സെയിം ആ ഒരു ജാക്കറ്റ് സ്റ്റൈലിൽ. അതിൻ്റെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് വിത്ത് ബോ അടക്കം വരുന്നത് കേട്ടോ. അത് കാണിക്കാൻ മറന്നു. ഇത് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ്. കളർ സ്റ്റാർട്ട് ഇങ്ങനത്തെ കളർ സ്റ്റാർട്ട് വരും. കളേഴ്സ് ഇങ്ങനത്തെ കളർ സ്റ്റാർട്ട് വരും. അപ്പോൾ ഇങ്ങനെ കളേഴ്സ് 3 എണ്ണത്തിൻ്റെ ഒരു പീസാണ് എടുക്കേണ്ടത്. സാമ്പിൾസ് മാത്രം ഇത്ര മതിയോ? പക്ഷേ ഹോൾസെയിലർ മാത്രം കോൺടാക്ട് ചെയ്യാവുള്ളൂ. റീറ്റെയിൽക്കാർ വിളിക്കരുത്. ഹോൾസെയിൽ റീറ്റെയിലില്ല, റീറ്റെയിൽക്കാർ വിളിക്കരുത്. ദയവേത് ഹോൾസെയിലർ കടയുള്ളൂ, കച്ചവടക്കാർ മാത്രം വിളിക്കുക, അത്രേ ഉള്ളൂ. വീണ്ടും വീണ്ടും പറയാം ഹോൾസെയിലാണെന്ന്. ജാക്കറ്റിൽ തന്നെ ഇത്രയും വെറൈറ്റീസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കുറേ വെറൈറ്റീസ് ഉണ്ട് കണ്ടോ. ഇതൊക്കെ ആ ഒരു ഡബിൾ ജാക്കറ്റ് മോഡലായിട്ട് വരുന്ന കുട്ടികളുടെ കളക്ഷൻ. അതിൽ കളേഴ്സ് എന്ന് പറയുമ്പോൾ 3 കളേഴ്സാണ് കേട്ടോ. ഇത് 3 ഡിഫറെൻറ്റ് കളർ, ഒക്കെ നല്ല കളേഴ്സ്. ഇവിടെയും ഇരിക്കുന്നുണ്ട്. ഇതും ജാക്കറ്റിൽ തന്നെയാണ്. എന്താ ജാക്കറ്റിൻ്റെ കളികളോ ഓട്ടം. ഞാൻ വിചാരിച്ചു പെൺകുട്ടികളുടെ കളക്ഷൻസ് കാണിച്ചപ്പോഴേ ഞാൻ ആൺകുട്ടികൾക്ക് അത്ര അധികം ഉണ്ടാവില്ലെന്ന്. പക്ഷെ ആൺകുട്ടികൾക്കും ഇഷ്ടം പോലെ. ഇത് ഷർട്ടും അതുപോലെ തന്നെ ജാക്കറ്റും വരുന്നത് പ്രിന്റിൽ ഡെനിമിന്റെ ട്രൗസർ അടക്കം വരുന്നത് കേട്ടോ. ലൈക്ര. അപ്പോൾ വലിയ ടൈപ്പ് ആയിട്ടുള്ള ഷർട്ടാണ് വരുന്നത്. പക്ഷെ കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റും കൂടിയാണ് വരുന്നത്. ഇത് ജാക്കറ്റ് തന്നെ. ഓഹോ, ജാക്കറ്റ് കാണിക്കുമ്പോൾ ഒരു ആവേശമുള്ള. ജാക്കറ്റിലൊക്കെ ഇത്രയും കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിലെ ഷർട്ടും അതുപോലെ തന്നെ ട്രൗസറും കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വലിച്ച് പൊട്ടിക്കുക, കവറടക്കം പൊട്ടിക്കേണ്ടി വരും, നിവർത്തിയില്ല. ഇത് ഈ ഷർട്ട് നോക്കി ജാക്കറ്റ് മോഡലായിട്ട് ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ. കോഡ് സെറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ. ഇങ്ങനെയാട്ടോ അത് ഡ്രോ സ്ട്രിങ് ഒക്കെ ആയിട്ട്
3 പീസിൻ്റെ ഒരു സെറ്റ്. ഇതിൻ്റെ കവർ ഇതിൻ്റെ കൂടെ തന്നെ വെച്ചോ അല്ലെങ്കിൽ മിസ്സായി പോകും. പിന്നെ ജാക്കറ്റിൽ ഇനിയുണ്ട് ഇമ്പോർട്ടൻറ്റ് ഷർട്ട്. ആഹാ, ഇമ്പോർട്ടൻറ്റ് ഷർട്ടും കോട്ടൺ നിൽക്കുന്നതാണ്. ഇതാ കളർ ഷർട്ട് നോക്കാം, സൂപ്പർ കളർ ഷർട്ടാണ്. കളർ ചാർട്ടുകൾ ഏറ്റവും വലിയ വിഷയമാണ് കളർ ഷർട്ടാണ്. അപ്പോൾ ഇത് 3 കസ്റ്റമർക്ക് സാധനം ഇഷ്ടപ്പെടും. പക്ഷേ കളർ സ്വല്പം പച്ച വരും, മഞ്ഞ വരും, അത് ആൾക്കാർ ഇഷ്ടപ്പെടില്ല. കളർ ഷർട്ടാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാന്ന് നമുക്ക്. അല്ല, കടക്കാർക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാം അവരുടെ കസ്റ്റമേഴ്സിന്. അതാ ഇത് ഇഷ്ടമായില്ലേ, ഇതാ വേറെ കളർ ഉണ്ട് ഇപ്പൊ തരാം അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഇട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ കച്ചവടക്കാർക്ക് നടക്കും. ഇതാ ഇതൊക്കെ നോക്കിയേ, നല്ല അടിപൊളി ഒരു സ്റ്റൈലില്. ഇത് സെയിം ആ ഒരു ജാക്കറ്റ് മോഡലിൽ തന്നെ വരുന്നതാണ് കേട്ടോ. സെയിം അതിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സും വരുന്നുണ്ട്. ഇതും ജാക്കറ്റ് മോഡൽ വരുന്നതാണ്. കണ്ടോ, ഇതൊക്കെ എന്ത് രസാ കാണാനായിട്ട്. ഇവിടെ നല്ലൊരു ഇത് അല്ല റെയിൻബോ ലൈറ്റ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇത് ഡെനിമിൻ്റെ ട്രൗസർ ആയിട്ട് വരുന്നത്. ജാക്കറ്റിൽ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ പാർട്ടി വരണ അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഇഷ്ടം പോലെ വെറൈറ്റീസ് വരുന്നുണ്ട്. ഇത് ഫുള്ള് ഇപ്പോൾ കുറച്ച് വലിയ സൈസുകാർക്കുള്ളത് അല്ലേ? ആ, ഇതാ ഇത് സെയിം തന്നെ ഇതിന്റെ ട്രൗസർ ആണ് വരുന്നത് കേട്ടോ. ഇത് ഷർട്ടാണ് വരുന്നത്. ഇനി ഈ ഫുള്ള് ഇവിടുന്ന് ഏത് ബോക്സ് എടുത്താലും ഡിഫറെന്റ് ഒക്കെ ഇട്ടാട്ടോ നമുക്ക്. ഒന്നും ഇല്ല ഇല്ല, ഇതാ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും അതിന്റെ ഉള്ളിൽ വരുന്നത്. ഇതെല്ലാം വലിയ സൈസ് പ്രിന്റുകളാണ്. ഇത് വേറെ പ്രിന്റ്. അപ്പൊ ഏത് ബോക്സ് നിങ്ങൾ തുറന്നോ, ഏത് ബോക്സിലായാലും ഒക്കെ ഡിഫറെന്റ്. ഇവിടെ എംബ്രോയിഡറി ആണ്. ഓ, ഇത് ഒരെണ്ണം തുറക്കുക. ഇതിപ്പോൾ ലേറ്റസ്റ്റ് വെറൈറ്റി കളക്ഷൻ ആണ് കേട്ടോ. ഇതാ ഇത് ലേറ്റസ്റ്റ് വെറൈറ്റി ആണ്. പോപ്കോണിന്റെ മെറ്റീരിയൽ, അതിൽ ട്രൗസർ. ജാക്കറ്റ് ഇതിന്റെ ദേ വരുന്നു. കണ്ണാടയാ, ജാക്കറ്റില് കണ്ണാട. കുട്ടികൾക്ക് പിന്നെ പറയാ വാശി പിടിക്കാണ്ടിരിക്കും അവര്. എപ്പോൾ നോക്കിയാലും ഇനി കുട്ടികൾ പറയും ഇതേ എനിക്ക് ഈ കണ്ണാട വെച്ചിട്ടുള്ള ഡ്രസ്സ് വേണം, ഇപ്പൊ മേടിച്ചതാ എന്ന് പറഞ്ഞ് നിൽക്കും. ഇതൊക്കെ കടയിൽ മേടിച്ച് വെച്ചോട്ടാ. പിള്ളേരെ ആകർഷിക്കാനായിട്ട് പറ്റിയ ഐറ്റംസ് ആണ്. കളേഴ്സും ഉണ്ട്. ഇത് വേറൊരു മോഡൽ ജാക്കറ്റിൽ തന്നെ. ആ, ഇത് കോൺട്രാസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ കോട്ടൺ ഷർട്ടാണ്. ആ, പിന്നെ ഇത് കോൺട്രാസ്റ്റ്. ഇത് അടിയിൽ വരുമ്പോൾ ട്രൗസർ ആയിട്ട് വരുന്നത്. അത് സെയിം ഈ ഒരു പിങ്ക് അതിലുള്ളത് കൊണ്ട് ആ ഒരു കോൺട്രാസ്റ്റ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഷർട്ടിലും ആ ഒരു പിങ്കിന്റെ പ്രിന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റിൽ അങ്ങനെയാണ് മാച്ച് ചെയ്തിട്ടുള്ളതാണ്. ഏത് ബോക്സ് തുറന്നാലും വെറൈറ്റീസ്. ഈ പ്രിന്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. പ്രിന്റുകൾ ഇഷ്ടം പോലെ. ഇനി ഇവിടെ അങ്ങോട്ട് ഈ ഒരു സെക്ഷൻ. അപ്പോൾ നേരിട്ട് വരാണെങ്കിൽ നമുക്ക് എറണാകുളത്ത് ഗോപാല പ്രഭു റോഡിലേക്ക് വന്നാൽ മതി. അപ്പോൾ ഫുൾ കളക്ഷൻസ് ആണ്. ഷോപ്പിന്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? 12 മണിക്കൂറുണ്ടോ? പിന്നെ സൂപ്പർ. ഇപ്പൊ സീസൺ ടൈം ഒക്കെ 12 മണി നമ്മൾ വീട്ടിൽ പോവാറുള്ളൂ. രാത്രി ഈ സമയത്തൊക്കെ 12 മണിക്ക് 1 മണിക്ക് 11 മണിക്കാണ് വീട്ടിൽ പോവാറുള്ളത്. ഓക്കെ. ഇത് അടുത്ത സെക്ഷൻ ബാബ സൂട്ട് സിംഗിൾ ബോക്സ് ഐറ്റം. ഓ, ഇതിൽ മിനിമം ഒരു 500 സാമ്പിൾ ഉണ്ട്. 500 സാമ്പിൾസ് ഉണ്ട്. ഇത് ഇവിടെ ഇരിക്കണ മൊത്തം സാമ്പിൾ സെക്ഷൻ ആണ്. ഇത് ഇരിക്കണ മൊത്തം സാമ്പിൾ സെക്ഷൻ. ഇതും സാധനം നല്ല കൂടാനില്ല. അപ്പൊ ഇവിടെ നോക്കിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്പർ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഉണ്ട്. റേറ്റ് നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ നമ്പർ നമ്മൾ പറയുകയാണെങ്കിൽ ആ നമ്പർ നമുക്ക് ഇത് MRP പ്രൈസ് ഇത് കോഡാണ് കേട്ടോ ഇവരുടെ. അല്ല, കോഡാണ് കേട്ടോ ഇത്. 12756. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കോഡ് പറയുകയാണെങ്കിൽ കാണിക്കും. എന്നിട്ട് ഈ സാമ്പിൾ വീണ്ടും ഇതിലേക്ക് കയറ്റും. ഇങ്ങനെ ഒരു ട്രൗസർ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു സിംഗിൾ ബോക്സ് ഐറ്റമാണ്. ഞാൻ എണ്ണിട്ടില്ല, പക്ഷേ 500+ സാമ്പിൾ ഉണ്ട്. അത്രയും കളക്ഷൻസ് ഉണ്ട് അല്ലേ? നമ്മൾ പിന്നെ കാണിക്കുമ്പോ മതിയാവും. അത്രയും ഉണ്ടാവില്ല. കസ്റ്റമർ തന്നെ പറയുന്നു മതി, നീ നിർത്ത്, ഞങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ളതായിന്ന്. കാരണം അവരുടെ ബഡ്ജറ്റിന്റെ മുകളിലേക്ക് പോവാതിരിക്കില്ല. അവരൊരു ബഡ്ജറ്റ് പറഞ്ഞാൽ എന്നാലും ബാക്കി പിന്നെ ഗൂഗിൾ പേ വീട്ടിൽ പറ്റി ചെയ്യാന്ന് പറയൂലേ. കയ്യിൽ കാശില്ലേടോ വെറൈറ്റീസ് ഇഷ്ടംപോലെ ആകുമ്പോ. ഇതാ ഇതൊക്കെ ആ ഒരു ഡെനിമിന്റെ ആ ഒരു മോഡലിൽ വരുന്നതാണ് കേട്ടോ. ഇത് വരുമ്പോ എംബോസ് ചെയ്തിട്ടുള്ള വർക്ക് അല്ലേ? ഓ, സൂപ്പർ തുണി കേട്ടോ. പിടിക്കുമ്പോ എന്തൊരു സോഫ്റ്റാ.
ബാക്കിലെ പ്രിന്റും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ബാക്കിൽ പ്രിന്റ് ഫ്രണ്ടിൽ എംബോസ് ചെയ്തിട്ടുള്ള വർക്ക് പോലെ കണ്ടു. പക്ഷെ എന്നാൽ എംബോസ് അല്ല, തുണിയോട് കൂടിയിട്ട് ആ ഒരു പാച്ച് വർക്ക് പോലെ സൂപ്പർ ഐറ്റം. എന്തോരം ഇതിപ്പോ ശരിക്കും ബിസിനസ് ഇപ്പൊ എന്താ പറയാ, ലേഡീസിന്റെ ആണോ തുടങ്ങേണ്ട ജെന്റ്സിന്റെ ആണോ തുടങ്ങുക? ഇപ്പൊ ഇനി അവര് മാറ്റിയിട്ടുണ്ടാവും. ഞാനിനി അല്ല, അവരിപ്പോ ചിന്തിക്കണ്ടോ ഇനി ഞാൻ കിഡ്സിന്റെ ഒരു കട തുടങ്ങിയിട്ടാലോ എന്ന്. ഇത്രയും വെറൈറ്റീസ് ഉണ്ടല്ലോ, കണ്ടോ, ഇത്രയും വെറൈറ്റീസ്. അടുത്തത് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും വെറൈറ്റി. ഇതിന്റെ ട്രൗസറാണ് കേട്ടോ, നല്ല അടിപൊളി കളക്ഷൻ. കണ്ടോ, അതൊക്കെ ഭയങ്കര സോഫ്റ്റ്, കുട്ടികൾക്ക് അങ്ങനെ ഹാർഷ് തന്നെ. പിന്നെ ഈ എലാസ്റ്റിക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എലാസ്റ്റിക്, അതിന് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എലാസ്റ്റിക്. ഇതിൽ തന്നെ ഇനി മിന്നണത് തിളങ്ങണത് വേണം. അടിപൊളി അല്ലേ, നല്ലൊരു ഇത് പിസ്ത ഗ്രീൻ ഷെയ്ഡ്. പിന്നെ ഇതിന് ഒരു പാർട്ടി വെയർ പോലെ ഇടാം നമുക്ക്. കുട്ടികൾക്ക് പറയുമ്പോൾ ഇത്രയ്ക്കല്ലേ വേണ്ടു. സിമ്പിൾ അല്ല കേട്ടോ, അത്യാവശ്യം നല്ല. ഇത് ഇതിന്റെ ട്രൗസർ സിമ്പിളാണ് കാണുമ്പോൾ, പക്ഷെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. സ്റ്റാൻഡേർഡ് ലുക്കാണ്, കുറച്ച് എന്താ പറയാ, അപ്പൊ ഇതിന് കളേഴ്സ് എങ്ങനെയാ വരിക? നല്ല 3 കളർ മിക്സ് ആണ് വരും. എക്സാമ്പിൾ പറയാമെങ്കിൽ ഇത് ഇവിടെ ഇത് സിംഗിൾ കളറാണ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് സിംഗിൾ കളർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സിംഗിൾ ഉണ്ടെങ്കിൽ ഈ ബോക്സിൽ 6 പീസ് സിംഗിൾ കളർ ഉണ്ടാവും. വേറെ കളർ ഇല്ല, ഇത് സിംഗിൾ കളർ ഉണ്ടാവുള്ളൂ. ഇതാ, അപ്പൊ നേരത്തെ കണ്ടതൊക്കെ റൗണ്ട് നെക്ക് ആയിരുന്നു. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കോളർ നെക്കിലാണ് വരുന്നത്. കോളർ നെക്കിന്റെ വെറൈറ്റീസ്. ഇത് നമ്മൾ ഡബിൾ സിമ്പിൾ ആയി പോയി. പിന്നെ വരുന്ന ഐറ്റം ഇത് ഹാഫ് പാറ്റേണിൽ കോളർ ടൈപ്പ് ആയിട്ട്. ഇതൊക്കെ പിടിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഇല്ലേ, നമ്മളൊക്കെ തുണി പിടിക്കുമ്പോൾ ഒന്നും അല്ല സത്യം. ഇത്രയും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. അതുപോലെ പ്രിന്റ് കാര്യങ്ങളൊക്കെ, പ്രിന്റ് അല്ല, സ്റ്റിക്കർ അങ്ങനെ തോന്നുന്നുണ്ട്, പൂവൊന്നുമില്ല. കുട്ടികൾക്ക് പിന്നെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു പരിധി വരയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് പിന്നെ അവർ യൂസ് ചെയ്യില്ലല്ലോ. അവർക്ക് ഭംഗിയാണ് മെയിനായിട്ട് നോക്കുന്നത്. കാരണം പെട്ടെന്ന് വലുതാവില്ലേ കുട്ടികൾ. പക്ഷേ അതില്ല, ഇപ്പോൾ ആൾക്കാർ മനസ്സിലായി തുന്നി തന്നെ നല്ല വേണം. ഡ്രസ്സ് ഇടുമ്പോൾ കുട്ടികളുടെ സോഴ്സുകളൊന്നും വരാൻ പാടില്ല. അത് നിർബന്ധമാണ്, കൊടുക്കാൻ പാടുള്ളൂ. അല്ല അത് നിർബന്ധമുള്ള കാര്യമാണ്. കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ്. അവർക്ക് സ്കിന്നിൽ ഒരു ഇറിറ്റേഷൻ, ഒരു ഇച്ചിനെസ് ഫീൽ ആവാൻ പാടില്ല. അതൊക്കെ കംഫർട്ട് തന്നെ. പക്ഷെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ കഴിഞ്ഞ് പിന്നെ വലുതാവല്ലേ. ഈ ഗാർമെന്റ്സിൽ തന്നെ നമ്മളെ സാധാരണ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യൂലേ, അതുപോലെ ലേബ് ടെസ്റ്റിംഗ് ആയി തോന്നി. ഈ ഗാർമെന്റ്സ് നമ്മൾ പോകുമ്പോൾ അവർ ലേബ് സർട്ടിഫിക്കറ്റ് കാണിക്കും. സോഴ്സിലൊന്നും എടുക്കില്ല, ലേബർ സർട്ടിഫിക്കറ്റ് ആണ്. എല്ലാ വർഷവും നമ്മൾ സാമ്പിൾ കൊടുക്കുന്നുണ്ട്, ലേബർ റിപ്പോർട്ട് കൂടെ കാണിക്കും. എന്നിട്ട് അത് കഴിഞ്ഞെല്ലാം ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ കടയിലേക്ക് കൊണ്ടു വെക്കുന്നത്. അപ്പൊ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സാധനം നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആ ഒരു മാനുഫാക്ചറിങ്ങും അതിന്റെ ഒരു തുണിയും പ്രിന്റും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ. നിങ്ങൾ മെറ്റീരിയൽ നോക്കാം, എന്താ സുഖം മെറ്റീരിയലാണ്. ഇത് ഇമ്പോർട്ടന്റ് ഡെനിമാണ്, കണ്ട. ഇതില് എംബ്രോയിഡറിയുടെ വർക്ക് ഉണ്ടല്ലേ. ഇത് നോക്കി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എംബ്രോയിഡറി കളർ ഒരു വ്യത്യാസമില്ല, കളർ സെയിം. അങ്ങനെയാണ് നമ്മളെ നോക്കിയെടുക്കാൻ. കറക്റ്റ് എന്തും മലയാളം പറയണല്ലേ. നമ്മുടെ നാട്ടിലത്തെ ആളൊന്നല്ല, പക്ഷെ നമ്മളെക്കാളും അടിപൊളി മലയാളം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒന്നായി, ഇനി ഒരു മാറ്റമില്ല. ഹുഡീസിൽ ഇതാണ് ഇതിന്റെ ട്രൗസർ വരുന്നത് കേട്ടോ. ബോക്സ് പാക്കിങ്ങിൽ ഇഷ്ടം പോലെ. ഇനി പാന്റിന്റെ ഒരു സെക്ഷൻ കിടക്കണുള്ളൂ അല്ലേ. ഇനി ഒരു സെക്ഷൻ കിടക്കണുള്ളൂ മൊത്തം. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇനി കാണാൻ കിടക്കണുള്ളൂ. ഇതാ മോഡൽസ് വേണ്ടതുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് പറയാം. ഇത് ഇംഗ്ലീഷ് കളർ ഷർട്ടാണ്, ഇഷ്ടപ്പെടും. അതെ, ഇംഗ്ലീഷ് കളർ ഷർട്ടാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്ക്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡീസന്റ് കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളർ ഷെയ്ഡാണ്. ഇത് ഷർട്ടിൽ പോപ്കോണിൽ തന്നെ. ഇതില് ട്രൗസർ പക്ക മാച്ചിങ്, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തന്ന് തോൽക്കും, പക്ഷെ കളക്ഷൻ കഴിയില്ല. ബ്രാൻഡിന്റെ ഒരു ടീഷർട്ട് ഉണ്ടാവില്ലേ, ആ ഫിനിഷിംഗ് ആണ് ഫീൽ ആവണം. കണ്ടോ ലോഗോ ഇടയിൽ ഇങ്ങനെ
പിന്നെ ഇങ്ങനെ ഒരു ബ്രാൻഡഡ് നമ്മൾ പുറത്ത് പോയിട്ട് വലിയ വലിയ ഷോറൂമിലൊക്കെ നോക്കി ഫീൽ ചെയ്യുന്ന ആ ഒരു സെയിം ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു കളക്ഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ റൗണ്ട് നെക്കിൽ അല്ലേ, റൗണ്ട് നെക്കിൽ ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ റൗണ്ട് കോളർ സെപ്പറേറ്റ്. പക്ഷേ ഇപ്പോൾ തിരക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടെല്ലാം മിക്സ് ആയി പോയി. റൗണ്ട് വേറെ, ഹുഡീസ് വേറെ. നേരത്തെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല കസ്റ്റമേഴ്സ് പെട്ടെന്ന് കയറും. അവർക്കൊക്കെ കുറെ നേരം ഒന്നും വേണ്ട, അവര് പെട്ടെന്ന് നോക്കാം. കസ്റ്റമേഴ്സ് ആണ്, ഐഡിയ ഉണ്ട്, ഇന്ന എടുക്കണോ ഐഡിയ ഉണ്ട്. ഈ ഐറ്റംസ് അവർ ഓപ്പൺ ഓർഡർ പറയും, അയച്ചാൽ മതി എന്ന് പറയും, എത്ര സെറ്റ് അയച്ചാൽ മതി പറയും. അവർക്ക് അറിയാം സെലക്ടഡ് ഐറ്റം നമ്മൾ ചെയ്യാറുള്ളൂ. ഓക്കെ, ഇതാ എന്റെ വീട്ടിലുണ്ട് കുറെ പിള്ളേരുകൾ. ഇപ്പൊ ഇത് കാണുമ്പോ അല്ലേ എന്തായിരിക്കും അവരുടെ അവസ്ഥ. ആ അതുണ്ട്. വേറൊരു കാര്യം, ഹോൾസെയിൽ എനിക്ക് കട വേണമെന്ന് ചുരുക്കം പറഞ്ഞ അല്ലേ, കട വേണമെന്നല്ലേ. കട എനിക്ക് വരെ കട വേണം, എന്നാലാണ് നമുക്ക് കൊടുക്കുള്ളൂന്ന്. കണ്ടോ, അപ്പൊ പിള്ളേരുകളാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാലേ അവര് മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവുന്ന നല്ല നല്ല കളക്ഷൻസ് അല്ലേ കാണിച്ചു കൊടുക്കണേ. ഇതും ഒരു ആ ട്രൗസർ നല്ല അടിപൊളിയാട്ടോ, മാച്ചിങ്. ഇതാണ് ബെസ്റ്റ് ഇപ്പോഴത്തെ മാച്ചിങ് ആണ് ഏറ്റവും വലിയ. ഇതും ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ചാർട്ടിൽ വരുന്ന ഒരു കളക്ഷൻ. ഇതിന്റെ ബാക്കിലും ഉണ്ട് പ്രിന്റ്. ബാക്കിൽ ചെറുതായിട്ടുള്ളൂ കേട്ടോ, പക്ഷെ ഫ്രണ്ടാണ് ഭംഗി കാണാനായിട്ട്. അപ്പൊ ഇതാണ് ഒരു ലുക്ക്. ഓക്കെ, അപ്പൊ ഇനി ഇപ്പുറത്തേക്ക് വരാം. ഇതൊക്കെ ബ്രാൻഡഡ് ഐറ്റം. ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് സൂം ചെയ്തോ. ഇപ്പുറത്തെ സൈഡും ഉണ്ട് ഒരു ബ്രാൻഡ്. പിന്നെ ഏതാണ് ഇത്? അപ്പൊ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് മെയിൻ. പിന്നെ ഇത് ഈ ഒരു ബ്രാൻഡ്. ഇനി നമുക്ക് അങ്ങോട്ട് കടന്നാലോ. ഇതും ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെയാണ് ഇരിക്കുന്നതൊക്കെ മൊത്തം. ഈ ഫുൾ ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ്. ഇനി നമ്മൾ വരാൻ പോണത് മൊത്തം പാൻസിന്റെ സെക്ഷൻ. അപ്പൊ പാൻസിന്റെ കാണിക്കാം. ഓക്കെ, ഇവിടെയാണ് ശരിക്കും സ്റ്റോക്ക് ഇരിക്കുന്ന സ്ഥലം. അല്ല, സാമ്പിൾ അത് കാണുമ്പോ നമുക്ക് സ്റ്റോക്ക് പോലെ ഫീൽ ചെയ്യും. എന്താ ചെയ്യാ, പക്ഷെ ഇത് സാമ്പിൾ ആണെന്നുള്ളത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ആ ബാബ സൂട്ടിലെ ഈ ബ്രാൻഡ് ഇനി പൊട്ടിച്ചുള്ളൂ. ആ സാമ്പിൾ ഞാൻ കാണിച്ചിട്ടില്ല, 1-2 സാമ്പിൾ കാണിക്കാം. എ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡാണ്. അത് 3 to 4 month ബുക്കിംഗ് ആണ്. ഇനി ഓർഡർ കൊടുത്ത 4 months കഴിഞ്ഞ സാധനം വരുള്ളൂ. ഓ അങ്ങനെയുണ്ടല്ലേ. ഓക്കെ ഓക്കെ, ഇപ്പോൾ 2 days സാമ്പിൾ വന്നോളൂ. ഓക്കെ ഓക്കെ, കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ ഇതിന്റെ ലുക്ക് ഇങ്ങനെയായിരിക്കും വരിക. ഇതിന്റെ ഈ ഒരു പോർഷൻ ആണ് ഈ കാണുന്നത്. അതുപോലെ ഇത് ട്രൗസർ കോൺട്രാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബ്രാൻഡ് വരുന്നത് എ ഫസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ബ്രാൻഡ് ഇത് എ ഫസ്റ്റ് ആണ് ബ്രാൻഡ്. ഇതിപ്പോ ഇനി വന്നുള്ളൂ, അതുകൊണ്ട് അപ്പുറത്തെ സൈഡ് സാമ്പിൾ ഉണ്ടായില്ല. അപ്പൊ ഇതിന്റെ ബോക്സ് ഒക്കെ വേറെ വേറെ, അത് അവരുടെ പല പല ടൈപ്പ് ബോക്സ് ആണ്. ബ്രാൻഡ് ഒന്നാണ്. ഓക്കെ, ഇതുപോലത്തെ ഐറ്റംസ് ആണ് ഇതിലേക്ക്. അപ്പൊ ഇത് സൈസസ് എങ്ങനെ വരാ? ഇത് സൈസ് 16, 18, 20, 22, 26, 20, 22, 26 എങ്ങനത്തെ ആണ് ഇത് സൈസസ്. അപ്പോ അതേ മൊത്തം വീണു. ഇനി വീണ്ടും എടുത്ത് വെക്കേണ്ടി വരും. സോറി, അത് ബോക്സ് ആകുമ്പോഴേ ഇഷ്ടംപോലെ കളക്ഷൻസ്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഡെയിലി ഇത് പണിയാണ്, നമുക്കത് വിഷയമില്ല, നമുക്ക് ജോലി ഇത് തന്നെയാണല്ലോ. ഇത് സാമ്പിൾസ് എപ്പോഴും മാറി 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 വരുമല്ലോ. അതാ ഇതൊരു വെറൈറ്റി. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. അപ്പൊ ഇതിലെ സൈസസ് കാര്യങ്ങൾ 16ഉം 26ഉം ഉണ്ടാവും. ഇവിടെ ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ്. പ്രീമിയം ക്വാളിറ്റി പാക്കിംഗ്. പ്രീമിയം ക്വാളിറ്റി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ 2 to 3 months ആണ് ഇവരുടെ വെയിറ്റിംഗ്. 60 days to 90 days ആണ് വെയിറ്റിംഗ്. സാമ്പിൾ ഫോർവേഡിങ് സാമ്പിൾ ആണ് അവർ കാണിക്കണം. അത് മാത്രമല്ല, പിന്നെ ഓപ്പൺ ഓർഡർ സിസ്റ്റം ആണ് അവരുടെ. നിങ്ങൾക്ക് എത്ര ബണ്ടിൽ വേണം ബണ്ടിലുള്ളൂ, അവിടെ സെലക്ഷൻ ഇല്ല. അതുപോലത്തെ ബ്രാൻഡാണ് ഇത്. നമ്മളെവിടെ പോകുമ്പോൾ വരും 30 days എത്ര ഡിസൈൻ നമ്മൾ അയക്കാൻ പറ്റും, 60 days എത്ര ഡിസൈൻ അയക്കാൻ പറ്റും, 90 days എത്ര ഡിസൈൻ അയക്കാം. നമ്മൾ ഓപ്പൺ ഓർഡർ കൊടുത്താൽ മാത്രമേ സാധനം വരുള്ളൂ. നമ്മൾ ഇവിടെ തിരിഞ്ഞ് നോക്കണ പോലത്തെ അവിടെ ഇല്ല. അത് മാത്രമല്ല, പർച്ചേസ് പോകണമെങ്കിൽ മുമ്പ് ടോക്കൺ എടുത്ത് വെക്കണം. എന്തോരം കഷ്ടപ്പെട്ടിട്ട് വേണം ഈ ഒരു ബ്രാൻഡ് നമുക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഈ ഫുള്ള് കാണുന്നത് എ ഫസ്റ്റ് സെയിം സിസ്റ്റം ആണ്. അല്ല, എ ഫസ്റ്റ് ഓപ്പൺ ഓർഡർ സിസ്റ്റം ആണല്ലോ. ഓപ്പൺ ഓർഡർ സിസ്റ്റം ആണ്. പിന്നെ ഇത് എന്റെ കയ്യിൽ നിന്ന് കുറച്ച് നിലത്ത് വീണു. പക്ഷെ അത് മാത്രമല്ല, നമ്മളെ അങ്ങനെ റിസ്ക് എടുത്തിട്ടും ഇവിടെ കസ്റ്റമറിന് സെലക്ഷൻ കൊടുക്കും.
കസ്റ്റമേഴ്സ് ഇവിടെ വരുമ്പോ അവർക്ക് കുഴപ്പമില്ലാണ്ട് അവർ നമുക്ക് ഏത് നോക്കിയെടുക്കാൻ പറ്റും, നോക്കിയെടുക്കാം. ഇനി അടുത്തൊരു ബ്രാൻഡ് നോക്കാം നമുക്ക്. അടുത്ത ഇത് ബ്രാൻഡാണ്. അടുത്ത ബ്രാൻഡ് ഇതാ വരുന്നത്. ഇത് നല്ല ഐറ്റം ആണല്ലോ. മാപ്ലി. മാപ്ലിൻ. ഇത് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ശരിക്കുള്ള ബ്രാൻഡിന്റെ പേര് വരുന്നത് മാപ്ലിൻ. പിന്നെ അടുത്ത് ടു കിഡ്സ്. ഇത് വേറൊരു ബ്രാൻഡ്. ബ്രാൻഡുകളുടെ കളികളാണ് മൊത്തം. അതും ഫുൾ ബ്രാൻഡഡ് ഐറ്റംസ് ആൺകുട്ടികൾ ഇട്ട് നടക്കാതെ. ടു കിഡ്സിന്റെ കളക്ഷൻ നോക്കാം നമുക്ക് ഇനി. ഇതാണ് ഇതിന്റെ. ഇത് ഇങ്ങോട്ടാകുമ്പോൾ ഇങ്ങോട്ട്. ഇതിന്റെ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ പാൻറ് ട്രൗസർ വരുന്നത്. അപ്പോൾ ഇത് അടച്ചു വെച്ചോളൂ. അടുത്തൊരു ബ്രാൻഡ് കോൺസെപ്റ്റ്. ഇതില് ടു കിഡ് തന്നെയാണ്, ടു കിഡ്സിന്റെ തന്നെയാണ്. യൂണിറ്റ് അവരുടെ തന്നെ സിസ്റ്റർ കൺസേൺ ആണ്. അതെ, ഇതിന്റെ ഓപ്പൺ ചെയ്ത് നോക്കണ്ടേ. ഇതാണ് ലുക്ക് വരുന്നത്. ഇത് ഹുഡീസ് പോലെയാണ് കേട്ടോ. കൈയിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഒരു മോഡലാണ്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ പിള്ളേർ കൈയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആ ഒരു ഇത്. പിന്നെ നമുക്ക് ഇനിയിപ്പോ കുറെ പാന്റിന്റെ കളക്ഷൻസ് ഒക്കെ കാണിക്കാനുണ്ട്. പാന്റ് കളക്ഷൻ കാണിക്കാം. ഇവിടെയാണ് ഇതെല്ലാം സാമ്പിൾസ് ആണ്. ഇത് ഫുൾ കേട്ടോ. ഇതെല്ലാം സാമ്പിൾസ് ആണ്. ഫുൾ സാമ്പിൾസ് ഈ ഒരു പോർഷനിലുണ്ട്. കെട്ടെടുക്കുമ്പോൾ എങ്ങനെ എടുക്കേണ്ടത്? കെട്ടെടുക്കുമ്പോൾ മിനിമം 5 പീസ്. ഇപ്പോൾ ഇത് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ 30 to 40 സെറ്റാണ്. ഇതിൽ ഒരു 8 to 10 കളർ ഉണ്ടാവും. ഇതുപോലെ 8 to 10 കളർ ഉണ്ടാവും. ഇത് അത്യാവശ്യം വലിയ കുട്ടികളുടെ പോലെ. ഇത് ഏറ്റവും വലിയ അളവ് ഇതാണ് നമ്മുടെ അടുത്ത്. 40 ഏറ്റവും വലിയ അളവ് ഇതാണ്. ഇതൊരു ഫോർമൽ ലുക്കാണ്. ഇത് ലുക്കാണ് വരുന്നത്. പിന്നെ ജീൻസിന്റെ ജീൻസിന് ഇത് സാമ്പിൾ ഉണ്ട്. സാമ്പിൾ കാണിക്കാം. ഇത് ഫുള്ള് ഇതെല്ലാം കോട്ടൺ കാർഗോ ആണ്. സാമ്പിൾ എടുത്ത് വെച്ചില്ല. ഇത് കോട്ടൺ കാർഗോസ് ആണ്. കോട്ടന്റെ കാർഗോസ് മോഡലാണ്. ഇതെല്ലാം കളർ ചാർട്ട് ഉണ്ട് ഇതിൽ. ഇതെല്ലാം കളർ ചാർട്ട് ഉണ്ട്. 30 to 20 to 30, 30 to 40 രണ്ട് ഗ്രൂപ്പ് കിട്ടും. ഇത് കണ്ടോ, പിങ്ക് റെഡ് ഒക്കെ കളർ. ഇത് ഷർട്ടാണ് വേറെ. പാന്റ് ഇവിടെ വേറെ. അതെ അതെ, ഇതെല്ലാം ഷർട്ടാണ്. ഇതെല്ലാം നമ്മൾ ഓൺ ബ്രാൻഡാണ്. ഇതും D2O നമ്മൾ ഓൺ ബ്രാൻഡാണ്. ബാംഗ്ലൂരാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യണം. അത് ജീൻസിന്റെ സെലക്ഷൻ കണ്ടിട്ട് ഇത് ചെയ്യാം. ഇതിപ്പോൾ ജീൻസ് ആണ്, ഓരോ വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഇതെല്ലാം രണ്ട് ഗ്രൂപ്പ് കിട്ടും. 20 to 30 കിട്ടും, 30 to 40 കിട്ടും. ഇതായിട്ടും ഇതിലെ എല്ലാം കളർ കിട്ടിക്കും. ഇത് ഓരോ സാമ്പിളാണ്. കളർ ചാർട്ട് ഇവിടെ ഉണ്ട്. സാധനം ഓക്കെ ആയെങ്കിൽ ഗുഡാനെ ഡിസ്പ്ലേസ് ചെയ്യും. സ്റ്റോക്കെല്ലാം ഗുഡാനിലാണ്. ഇതും ജീൻസാണ്, ബാഗി സ്റ്റൈല്, പോക്കറ്റുള്ളേ. ഇതിലെ പ്രത്യേകം പറഞ്ഞെങ്കിൽ ഈ കുറഞ്ഞ ജീൻസൊക്കെ എടുക്കുമ്പോഴെല്ലാം ജിബ് കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ ഇത് ജീൻസ് എടുക്കുമ്പോൾ കസ്റ്റമർ ഭയങ്കര പരാതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ മെറ്റൽ ജിബാണ് ഇടണം. എന്നാൽ സ്മൂത്താണ് നോക്കണം. അല്ലാത്ത ക്വാളിറ്റി ഉണ്ട്. ഇത് കണ്ട, ഇത് പാറ്റേൺ എല്ലാം വാരി പാറ്റേൺ ആണ് ഇത്. അപ്പോൾ ഈ പാറ്റേൺ ഉണ്ടെങ്കിൽ ഈ പാറ്റേണിൽ തന്നെ കളർ നോക്കാം. 1 2 3 4 5 കളറുണ്ട്. ഒരേ പാറ്റേണിൽ 5 കളറുണ്ട് ബാഗി പാൻറ്റിൽ. ഇത് അടുത്ത പാറ്റേണിൻ്റെ കളർ. ഇത് അടുത്ത പാറ്റേണിൻ്റെ കളർ. പിന്നെ ഇത് കുട്ടികളുടെ സൈസ് 18 to 22. ചെറിയ കുട്ടികളുടെ സൈസിലെ സാധനമാണ്. താഴെ ഇലാസ്റ്റിക് വരും. സാധനം നോക്കാം. സൂപ്പർ കളർ ഷർട്ടാണ്. ഇത് പറഞ്ഞു സൂപ്പർ സാധനം. ഇത് പറഞ്ഞു ഇങ്ങനത്തെ വെറൈറ്റീസ് ആണ്. ഇത് ബാഗി സ്റ്റൈൽ. ഇത് ബാഗി സ്റ്റൈൽ അല്ലാതെ കളേഴ്സ് ഉണ്ട്. പിന്നെ ഇത് അടുത്ത ഐറ്റം ഇത് ബാഗിൽ തന്നെ. ഇത് കണ്ടോ, ഇതിൽ A to Z ഐറ്റം 5 to 6 കളർ ഉണ്ട്. എല്ലാ ഐറ്റംസും 5 to 6 കളർ ഉണ്ട്. നല്ല കളേഴ്സാണ്. അപ്പോൾ അതിന്റെ ഒരു കളക്ഷൻ ഇനി നമുക്ക് ഷർട്ടിന്റെ ഒരു കളക്ഷൻ നോക്കാം. ഷർട്ട് വരുമ്പോൾ നമുക്ക് ഷർട്ട് 30 to 20 to 36 വരെ. കാരണം സ്ഥലമില്ല, നമുക്ക് ഇങ്ങോട്ട് വന്ന് ഇവിടേക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കേണ്ടി വരും കേട്ടോ. കാരണം കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഷർട്ട് ഞാൻ ഇത് പറയുമ്പോൾ നമ്മൾ ഓൺ ബാങ്കിങ് നമ്മുടെ ഡ്രസ് കോഡാണ് കൊടുക്കണത്. 20 to 36 വരെ സെറ്റ് വരും. ഇപ്പോൾ വീട്ടിലെ 2-3 പിള്ളേരുണ്ടെങ്കിൽ ഒരേ കളർ കിട്ടാൻ വേണ്ടിയാ. അത് കസ്റ്റമർ എല്ലാം ചോദ്യം ചെയ്യുമ്പോൾ എല്ലാം സെയിം കളർ വേണം. അപ്പോൾ ഇത് ഒരു സെറ്റ് എടുക്കുമ്പോൾ 20 to 36 വരെ ഒരു സിംഗിൾ കളർ ഉണ്ടാവും ഇത്. അപ്പോൾ വീട്ടിലെ 2 കുട്ടി 3 കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ എളുപ്പമാണ്. അത് കസ്റ്റമർ ഒരു ചോദിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ A to Z ഇത് നമ്മൾ ഓൺ മാനുഫാക്ചർ ആണ്. D2O ഇല്ല D2O. ബാംഗ്ലൂരാണ് നമ്മളിത് പണിയാണ്. എന്നിട്ടാണ് നമ്മളെ
ഇതിപ്പോൾ ലേറ്റസ്റ്റ് മോഡലാണ് ഇത്. അതെ കണ്ടോ ഈ മോഡൽ കേട്ടോ. അപ്പൊ അങ്ങനെ മോഡൽസ് വരുന്നുണ്ട്. ഇത് വരുന്നത് കിഡ്സിന്റെ D2O. ഇത് കണ്ട ബ്രാൻഡ് ഇവരുടെ ഓൺ ബ്രാൻഡ് ആണ് വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡബിൾ സൈഡ് പോക്കറ്റ്. ഇതെല്ലാം പ്രിന്ററിലേക്ക് ഈ ലോഗോ ഇതിപ്പോൾ പുതിയ മോഡൽ താഴെ കാണിച്ചില്ല. ഇത് പ്രിന്ററിലേക്ക് പ്ലാനിലേക്ക് ഇത് വരും. ഇപ്പോഴത്തെ മോഡലാണ്. ഇത് കണ്ട ഈ സെയിം തന്നെ ഇതിന്റെ ഇത് മാറിക്കൊണ്ടിരിക്കും. അത് പ്രിന്റ് മാറുമ്പോൾ അതിനനുസരിച്ച് ഇത് സംഭവം മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അപ്പൊ 6 എണ്ണത്തിന്റെ ഇത് കണ്ട 6 അല്ല. അപ്പോൾ ഇത് ചെക്ക് ആയിരുന്നു, ഇത് പ്രിന്റ് ആയിരുന്നു, ഇത് പ്ലാനാ. ആ ലോഗോ കണ്ട. ഓ ഇതാ D2O പ്ലെയിനില് ചെക്കില് പ്രിന്റില് അങ്ങനെ 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 കയറിയല്ലേ. ഇതും വരുന്നത് പ്ലെയിനിൽ തന്നെ ഇങ്ങനെ പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ ഷർട്ടില്. ഇത് ഈ കളർ ഇരിക്കണ ഉണ്ടല്ലോ, അത് ഫ്രോക്കിനെ മേച്ച് ചെയ്തിട്ടാണ് നമ്മൾ കളർ റെഗുലർ സ്റ്റോക്ക് വെക്കണം. ഫ്രോക്കിനെ മേച്ച് ഡ്രസ് കോഡാണ്. കല്യാണത്തെ സാരിയുടെ കളറും ഫ്രോക്കിന്റെ കളറും ഷർട്ട് കളർ സെയിം വേണം. അത് മാച്ചിങ്. അതുകൊണ്ടാണ് ഇതൊക്കെ റെഗുലർ കളറാണ്. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളറാണ് ലെവൻഡർ കളർ. അപ്പോൾ ഇത് നമ്മൾ റെഗുലർ സ്റ്റോക്ക് ലെവൻഡറും പിന്നെ ഇതിൽ ചോക്ലേറ്റ് കളർ ഇപ്പോഴത്തെ പോണോ കളറാണ്. അതെ അതെ ഒരു ഷെയ്ഡ് പ്ലെയിൻ തന്നെയാണ്. പ്ലെയിൻ തന്നെ. പൊട്ടിക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. ഇതിങ്ങനെ ഒരു കളറാണ്. കളർ കണ്ടാൽ നമുക്കറിയാമല്ലോ ഏകദേശം. ഇതാണ് ശരിക്കുള്ള കളർ വരുന്നത്. അപ്പൊ കളേഴ്സും ഉണ്ട്. അപ്പൊ സൈസ് ഇതിൽ ഏതൊക്കെ വരുന്നത്? 20 to 36 വരെ. 36 വരെ സൈസ്. 20 to 36 വരെ. അങ്ങനെ സൈസസ് കളേഴ്സും ഉണ്ട്. സ്ലിം ഫിറ്റ്. അത് 2 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്, ഒരു സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ വെറൈറ്റീസ്. പോക്കറ്റിൽ തന്നെ നമുക്ക് വർക്ക് ലോഗോ എംബ്രോയിഡറി വർക്ക് വരുന്നതുണ്ട്. ഇത് ചെക്കിലാണ്. ഇത് ചെക്ക് മോഡൽ ബാക്ക് പ്രിന്റ് ഉണ്ട്. ഓ ചെക്ക് മോഡൽ ലില്ലെന്നാണ്, പ്യുവർ ലില്ലെന്നാണ്. ഓ അതുപോലെ പോക്കറ്റിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഡിസൈൻ. അതുപോലെ 2 സൈഡാണ് പോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അടിപൊളി. ഇത് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നത്. അതെ അതെ പേസ്റ്റൽ. അത് ആ ഇങ്ങനെ പറയാ എന്തോ ഗിഫ്റ്റ് നമ്മൾ പൊട്ടിക്കില്ലേ, ഡബിൾ പോക്കറ്റും പോക്കറ്റ്. ഇവിടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ, ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത മെറ്റീരിയലാണ്. സൈസ് ഒക്കെ സ്റ്റാൻഡേർഡ് സൈസാണ്. ഏത് ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് സൈസാണ്. സൈസ് കറക്റ്റ് സൂട്ടബിൾ ആയിരിക്കും. അത് മാത്രമല്ല അത് സൈസ് വൈസ് നമ്മൾ റെഡിയാക്കി തരും. അപ്പോൾ കസ്റ്റമർ പറയും സെപ്പറേറ്റ് സൈസ് പറയണം, ഏത് സൈസ് എത്ര പീസ് വേണമെങ്കിൽ അവിടെ നമ്മൾ യൂണിറ്റ് റെഡിയാക്കി തരും. ഏത് സൈസ് വേണമെങ്കിൽ ഇതൊന്നും കട്ടിയില്ല, നമ്മൾ 7 days ഉള്ള സാധനം തരും. അപ്പോൾ അവർ 20 സൈസ് തന്നെ തീർന്നു പോയെങ്കിൽ 20 സൈസ് തന്നെ തരാൻ പറ്റും. അത് പക്ഷേ ഇവിടെ നിന്നില്ല, അത് നമ്മൾ 7 days ഉള്ളിൽ തരാം. 7 days ഉള്ളിൽ തരാൻ പറ്റും. D2O ഓൺ ബ്രാൻഡിൽ വരുന്നത് ചെക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. അതിൽ തന്നെ ചെക്കിൽ വരുന്നുണ്ട്, പ്ലെയിനിൽ വരുന്നുണ്ട്, പ്രിന്റിൽ വരുന്നുണ്ട്, ലൈക്ര മെറ്റീരിയൽ വരുന്നുണ്ട്, സോഫ്റ്റ് ലിനനിൽ വരുന്നുണ്ട്. ഇപ്പോൾ കാണിച്ച എല്ലാം ഓരോരോ പീസാണ്. ഇതെല്ലാം കളറുണ്ട്. അപ്പോൾ ഇതിൽ തന്നെങ്കിൽ 10-8 കളർ ഉണ്ടാവും. അല്ലാതെ ഒരു 5 മിനിമം 5 to 6 കളർ മിനിമം ആണ്. എല്ലാത്തിലും ഉണ്ടാവും. ഏതിലും വേണം 5 to 6 കളർക്ക് മിനിമം ആണ്. ഇതൊരു വൈറ്റ് ബേസിലാണ്. എന്തോ നല്ല അടിപൊളി ഡിസൈനാണ്. നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്കിൽ കേട്ടോ. അപ്പോൾ സൈസസ് കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ ഒക്കെ അതായത് വിളിച്ചോ. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ വേണമെങ്കിലും വിളിച്ചോ ചോദിക്കാം. അല്ല ഏത് പാതിരിക്കുക, കാരണം ഇപ്പോൾ സീസൺ സമയമാണ്. 12 മണിക്കായാലും രാത്രി 12 മണിക്ക് കോൾ അറ്റൻഡ് ചെയ്യാം. പക്ഷേ സീസൺ ആണ്, എടുത്തില്ലെങ്കിൽ തിരിച്ച് വിളിച്ചോളാം. തിരിച്ച് വിളിക്കാം, കാരണം സീസണാണ്, എപ്പോഴും തിരക്കാണ്. കസ്റ്റമേഴ്സിന്റെ തിരക്കിന്റെ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഓരോരോ ഷൂട്ടിംഗ് ചെയ്യുന്നത്. കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് വിളിക്കാം. ഇത് കണ്ട അടിപൊളി ഷർട്ട്. കുട്ടികളുടെ ഒക്കെ ഇഷ്ടം പോലെ കമന്റ് വരാറുണ്ട്. കുട്ടികളുടെ കളക്ഷൻ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഒക്കെ ഇവിടെ ഉണ്ട്. അത്രയും വെറൈറ്റീസ്. ഇതൊക്കെ പല പല പ്രിന്റ്സിലാണ് കേട്ടോ. മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഇത് വ്യത്യാസമുള്ള മെറ്റീരിയലാണ്. ഇതിലാവുമ്പോൾ സെൽഫ് ഡിസൈൻ, ഇതിലും വന്നിട്ടുണ്ട് സെൽഫ് ഡിസൈൻ. എല്ലാതും വ്യത്യാസമുള്ള മെറ്റീരിയലാണ്. ഇതും വേറൊരു മെറ്റീരിയലാണ്, കുറച്ച് സ്ട്രെച്ചബിൾ ടൈപ്പ് ആയിട്ടുള്ളത്. അങ്ങനെ എല്ലാതും ഡിഫറെൻറ്റ്. ഇതിൽ വരുമ്പോൾ തുറക്കണത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അടിപൊളി പ്രിന്റ് ആണെന്ന് നോക്കൂ. കളർഫുൾ ആയിട്ടുള്ള
ഇനി ഗോഡൗൺ ഒക്കെ കാണണ്ടേ, നമുക്ക് പോയിട്ട് ഗോഡൗൺ ഒക്കെ കാണണ്ടേ? ഗോഡൗൺ കാണിക്കാം. ഇഷ്ടം പോലെ ഉണ്ടെന്ന്. കണ്ട ഡബിൾ പോക്കറ്റും നല്ല ലൈൻസും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, പിന്നെ പെട്ടെന്ന് അലക്കുമ്പോ ഉണങ്ങും ചെയ്യും. അങ്ങനത്തെ ടൈപ്പ്. അതെ അതെ അതെ. രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നത് സിമ്പിൾ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല കളർ ഉണ്ട്. അപ്പൊ ഇഷ്ടം പോലെ ഉണ്ട് വെറൈറ്റീസ്. ഇനി ഡയറക്റ്റ് അവര് വരട്ടെ. അപ്പൊ നമുക്ക് ഇനി പോയാലോ? ഇനി ഗോഡൗണിൽ വേണമെങ്കിൽ ഗോഡൗണിൽ പോവാ. പിന്നെ എന്ത് ലെഗിൻസ് ഒക്കെ ഉണ്ടല്ലോ? ലെഗിൻസ് ഉണ്ട്. അത് പണേ അത് വലിയവർക്കുള്ള ലെഗിൻസ് ആണോ? അപ്പൊ കുട്ടികൾക്ക് മാത്രമുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചൂലേ? നമുക്ക് ഇനി അപ്പൊ ലെഗിൻസും ഗോഡൗൺ ഇത് രണ്ടും കാണാൻ പോവാ. ഇതൊക്കെ ലെഗിൻസിന്റെ സാമ്പിൾ ഏരിയ ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനി തുറന്ന് കാണിക്കണം, കാരണം അത്രയും ബൾക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്തിരി കൺജക്റ്റഡ് ആണ് ഇവിടെ. പിന്നെ ഇതൊക്കെ കാണുന്നത് മൊത്തം പാന്റിന്റെ സാമ്പിൾസ് കൂടി അല്ലേ? ഈ കാണുന്നത് മൊത്തം പാന്റിന്റെ സാമ്പിൾസ് ആണ്. അപ്പൊ ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ഇതൊക്കെ ഒന്ന് തുറന്ന് കാണിക്കാം. എന്തായാലും വരും. ഇതൊക്കെ ലെഗിൻസ് പട്ടിയാല സെക്ഷൻ ആണ്. അവിടെ ഭയങ്കര സ്റ്റോക്കാണ്, അതുകൊണ്ട് അകത്ത് കാണിക്കാൻ പറ്റുന്നില്ല. പുറത്തെടുത്ത് ഇത് പട്ടിയാലാണ്. റെഗുലർ ഇതിൽ ഒരു 40 കളേഴ്സ് കൊണ്ട് അവൈലബിൾ ഉണ്ട്. റെഗുലർ ഫ്രീ സൈസാണ് പട്ടിയാല. പട്ടിയാലയുടെ ഇപ്പോൾ റെഗുലർ ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ അത് കെട്ട് എത്ര വരും? 4 അഞ്ചെണ്ണത്തിന് കിട്ടും. പിന്നെ ഇത് ലെഗിൻസ് ആണ്. ഇതിൽ L, XL, XXL, 3XL, 4XL സൈസസ് വരും. സൈസ് ചെയ്യും. പിന്നെ ഇത് ഉള്ളത് നമ്മുടെ അടുത്ത് കളേഴ്സും ഉണ്ടാവും ഇതിൽ. പിന്നെ ഇത് ഓൾമോസ്റ്റ് 50 കളേഴ്സ് ഉണ്ട്. 50 കളേഴ്സ്. ഇതിലൊരു 10 to 15 കളർ ഉണ്ട്. ചിക്കൻ വർക്ക് പ്ലാജ അത് റെഗുലർ ആയിട്ട് വേണം നമ്മൾ. ഇതിലും കളേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല കളേഴ്സ് ഉണ്ട്. ഈ വർക്കുണ്ട്, ഫുൾ വർക്കുണ്ട്. പിന്നെ ഇതൊരു കേപ്രിയാണ് ഗേൾസിലെ. 22-30 സൈസ് വരും, 32-40 സൈസ് വരും. ഇത് ഇപ്പോൾ കൂടുതൽ പോണ ഐറ്റമാണ് കേപ്രീസ്. അതെ അതെ, അതുകൊണ്ടാണ് ഇതാണ് പോണം. അതെ. ഈ ചിക്കൻ വർക്ക് പ്ലാജോ ഇതേ കളർ ഉണ്ട്. ഇവിടെ എത്ര കളർ ഉണ്ട്? ഇത് ഇങ്ക് കളർ ഉണ്ട്. സാമ്പിൾസ് കളറാണ് എല്ലാം. ഇതെല്ലാം സൈസ് ഉണ്ട്. XL, XXL, 3XL, 4XL അങ്ങനെ സൈസും ഉണ്ട്. ഗോഡൗണിലേക്ക് പോയി. ഇതെല്ലാം ഗൗൺ ഇപ്പോൾ വന്നുള്ളൂ, വെള്ളം ഇട്ടിട്ടില്ല. സാമ്പിളിലേക്ക് എണ്ണ അല്ല, വെള്ളം ഇട്ടിട്ട് സാമ്പിൾ എണ്ണം. ഇതെല്ലാം കാജോലൊക്കെ ബ്രാൻഡിന്റെ സാധനം ഉണ്ട്. കണ്ട പാർട്ടി വെയർ. ഇതൊക്കെ അകത്ത് ഇല്ലായിരുന്നു, സാമ്പിൾ ഇല്ലായിരുന്നു. ഇത് കണ്ട നല്ലൊരു പേസ്റ്റ് ഉടുപ്പല്ലേ. ഇതൊക്കെ ബ്രാൻഡ് ഉണ്ട്. കുട്ടികളുടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നോക്കാം. ഇതൊക്കെ അകത്ത് ഇല്ലായിരുന്നു, സാമ്പിളിൽ ഇല്ലായിരുന്നു. ഇപ്പൊ പൊട്ടിച്ചുള്ളൂ. വില കൺഫേം റേറ്റ് ആയിട്ടില്ല, ഇപ്പൊ പൊട്ടിച്ചുള്ളൂ. അപ്പൊ റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യണം. നമ്മൾ തമ്മിൽ ഒരു ഡീലിങ്സ് ഇല്ല. ഡീലിങ്സ് മൊത്തം ഇവിടുത്തെ ജയശ്രീയുടെ ഓണർ ആയിട്ട് നമ്മൾക്ക് കളക്ഷൻസ് കാണിച്ചു തരാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 2 പീസ് ഐറ്റം വെസ്റ്റേൺ ഐറ്റം. ഇത് ചിന്നോന്റെ ടോപ്പാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചിന്നോന്റെ കണ്ട ആ ടോപ്പ്, അതിൽ അടിപൊളി ഒരു പാവാട. ഇങ്ങനെ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ട്. അടിപൊളി ഒരു പാവാട. ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. എല്ലാം 3 കളർ മിക്സ് വരും. എല്ലാം 3 കളർ മിക്സ് വരും. ഇത് കണ്ട, ഇതെല്ലാം 3 കളർ മിക്സ് വരും. ഇത് കണ്ട കളേഴ്സ്. മുകളിലത്തെ ടോപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോ ക്രഷ് ആണെങ്കിൽ ചിന്നോണ്ട്, ജോർജറ്റിലെ മെറ്റീരിയൽ, അങ്ങനെ വെറൈറ്റീസ്. ഇനി നമുക്ക് എവിടെയാ സ്റ്റോക്ക് ഇരിക്കണേ അങ്ങോട്ട് പോവാം. നമ്മളിപ്പോ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ഗോഡൗൺ ഷട്ടറിന്റെ മുന്നിൽ നിറച്ച് സാധനങ്ങൾ ഇരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഉള്ളിലേക്ക് കയറാന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ ഫുൾ സ്റ്റോക്ക് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സാമ്പിൾസ് ആണ് നമ്മൾ അവിടെ കണ്ടത്. ഇനി ആളുള്ളിൽ സൈഡ് വഴിക്കൂടെ ഒരു ഷട്ടറിൽ കൂടെ ഒക്കെ കയറ്റി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതാ ബൾക്ക് ഇത്രയുണ്ട്. ഈ സൈഡ് വഴി കൂടെ ഇങ്ങോട്ട് പോയി നോക്കിയാലോ നമുക്ക് പോയിട്ട്. എന്താ ഈ തുറക്കാൻ പറ്റുമോ? അപ്പം ഒന്ന് കയറി നോക്കാം നമുക്ക് എന്തായാലും സൈഡിൽ കൂടെ. അപ്പോൾ ഷട്ടറും തുറക്കാൻ പറ്റില്ല, ഫുൾ ബൾക്ക് ഇരിക്കുന്ന കാരണം അല്ലേ. ഇതൊന്ന് ഞാൻ വെച്ചോട്ടെ. ഞങ്ങൾ ഗോഡൗണിലേക്കാണ് വന്നിരിക്കണം. അപ്പോൾ സൈഡ് വഴി കൂടെ നമുക്ക് കയറാം. എന്തായാലും നിറയെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ഈ സൈഡാണോ? ഇതാണ് ഇവരുടെ സ്റ്റോക്ക്. ഗോഡൗൺ വെക്കുന്ന സ്ഥലം. ഇതുപോലെ 4-5 ഗോഡൗൺ. അതെ, 4-5. അതും നമ്മൾ ബ്രാൻഡഡ് കുറെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ബാബ സൂട്ടിന്റെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരുന്നത്. ഇങ്ങനെ പറഞ്ഞത് ഇത് ബോണ്ട് ഉണ്ട്, 009 കോൺസെപ്റ്റ് ഉണ്ട്, ബോണ്ട് ഉണ്ട്, എ ഫസ്റ്റ് ഉണ്ട്. ഇത് കോൺസെപ്റ്റ് ബ്രാൻഡിന്റെ ബാബ സൂട്ടിന്റെ. പിന്നെ ഇത് 009 ബോണ്ട് എന്ന് പറയും. 009. ഓക്കേ. എ ഫസ്റ്റ്. ഇത് എ ഫസ്റ്റ് കേട്ടോ. കിങ്ഡം. ഇതൊക്കെ നല്ല വലിയ വലിയ ബ്രാൻഡ്സ് ആണ് ഇപ്പൊ പറയണത് കുട്ടികളുടെ കളക്ഷൻസിൽ. മുഡീജ്.
മുഡീജ് എന്ന് പറയുമ്പോൾ ടു കിഡ്സ് അതെ 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 മുഡീജും ടു കിഡ്സ് രണ്ടും ഒന്നാണ്. ഇത് ടു കിഡ്സ് ഇത് മുഡീജ് രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ഇത് ഫസ്റ്റ് ബേബി, ഇത് ഫസ്റ്റ് ബേബി ബ്രാൻഡിന്റെ അത് ഗേൾസ് വെയർ ആണ്. ഫസ്റ്റ് ബേബി ഗേൾസ് വെയർ ആണ്. ഓക്കെ. പിന്നെ നമ്മൾ ജി ഫാസ്റ്റ് അത് ഗേൾസ് വെയർ ഫ്രോക്ക് ആണ്. ജി ഫാസ്റ്റ് അങ്ങനെ ഇത് അംബർ 3/4 അംബർ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതാ അംബർ വരുന്നുണ്ട്. ഇത് അംബർ 3/4 ആണ്. അംബർ എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡാണ് 3/4. ഓക്കെ. പാൻസ് അല്ലേ? ആ കോട്ടൺ ബ്രാൻഡാണ്. ഇത് കാപ്രീസ് ആണ്. ഇവിടെ ഡിസ്പ്ലേസ് ഉള്ളൂ. സിമ്പിൾ അല്ല, കടയിലാണ്. ഇവിടെ ഡിസ്പ്ലേസ് മാത്രമേ ഉള്ളൂ. പ്രിന്റഡ് കണ്ട സൂപ്പർ പാർട്ടി വെയർ ആയിട്ടാണ്. കോട്ടന്റെ കേട്ടോ. അപ്പൊ ഇത് പാൻസിന്റെ ഒരു സെക്ഷനിലേക്ക് ഈ ഒരു അംബർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ടൂഡേയില് എന്താ ബ്രാൻഡ്? അത് ബാബ സൂട്ട് ആണ്. ബാബ സൂട്ട് അത് ടൂഡേ. ഇത് ഫുൾ ടൂഡേയിലെ ഇത് ഫ്രോക്സ് അതുപോലത്തെ ക്വാണ്ടിറ്റി ആവാൻ മാനുഫാക്ചർ നമ്മളുണ്ടല്ലോ, അത് ഓരോരോ കളറിലെ 72 പീസ് ഒക്കെ സാധനം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അത് ഇവിടെ അവിടെ നിന്ന് ഓർഡർ ആകുമ്പോൾ ഇവിടെ ഡിസ്പാച്ച് ചെയ്യും. ഓക്കെ. അതുപോലത്തെ ഇതെല്ലാം ഫാൻസി ഫ്രോക്സ് ആണ്. ഇതെല്ലാം ഫാൻസി ഫ്രോക്കാണ്. ഫാൻസി ഫ്രോക്കിന്റെ കളക്ഷൻസ്. പിന്നെ ഇത് ഓൾറെഡി പാർട്ടി വെയർ. അവിടെ ഫ്രോക്ക് കാണിച്ചില്ലേ കടലൊക്കെ? ഇത് പാർട്ടി ഒരു ബോക്സ് വേണം എടുത്ത് കാണിക്കാം. ഇതെല്ലാം സാമ്പിൾസ് അവിടെ ഉണ്ട്. അവിടെ നിന്ന് കസ്റ്റമർ പാസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യണം. ഇതെല്ലാം എം മിനി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. എം മിനി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. എം മിനി. അപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെയാണ് മെയിൻ കിഡ്സിന്റെ ഇവിടെ വെച്ചിരിക്കുന്നത് മൊത്തം. അതുപോലെ തന്നെ ഫാസ്റ്റ് ബേബി ഉണ്ട്. ഫാസ്റ്റ് ബേബിയുടെ ഫ്രോക്കാണ്. സൂപ്പർ ഫ്രോക്കാണ് ഫാസ്റ്റ് ബേബിയുടെ. നല്ല ഐറ്റംസ് ആണ്. കുഞ്ഞു കുട്ടികളുടെ അല്ലേ? നല്ല സൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബേബീസിന്റെ ഐറ്റം ജനിച്ച കുട്ടികൾക്ക് തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എല്ലാ കളക്ഷൻസ് ഇവിടെ കിട്ടും. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. ഇത് അല്ല ജി ഫാസ്റ്റ് ഐറ്റങ്ങളാണ്. ഇതെല്ലാം ജി ഫാസ്റ്റ് ഐറ്റങ്ങളാണ്. ഇവിടെ ഇതെല്ലാം ജി ഫാസ്റ്റ് ഐറ്റങ്ങളാണ്. സ്റ്റോക്കുകൾ ഇരിക്കണത് കേട്ടോ. ഈ മൊത്തം അത്രയും സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഇതേപോലെ ഗോഡൗൺ ഇനിയും ഉണ്ട്. നമ്മൾ പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് സ്റ്റോക്ക് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. പിന്നെ ഷട്ടറിന്റെ അപ്പുറത്തും നമ്മൾ കണ്ടില്ല, അവിടെ നിന്ന് കയറുമ്പോ നിറയെ ബൾക്കാണ് ഇരിക്കുന്നത്. അതെല്ലാം പൊട്ടിക്കാൻ കടുക്കുക. നല്ല മഴ സ്റ്റാഫ് കുറവാണ്, അതുകൊണ്ട് പൊട്ടിക്കാൻ പറ്റിയില്ല, മഴയായ കാരണേ. അപ്പൊ അങ്ങനെ ഇതൊക്കെ നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ ഓണം ഇതൊക്കെ ഈ കളക്ഷൻസ് കൊണ്ടുപോകും. ഓണം നല്ല കുട്ടികൾക്ക് നല്ല നല്ല വെറൈറ്റി. അപ്പോൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ലൊക്കേഷൻ വരുന്നത് നമുക്ക് കേരളത്തിൽ എറണാകുളത്ത് ഗോപാല പ്രഭു റോഡിലേക്ക് വരണമെങ്കിൽ നമുക്ക് മേനക ബസ് സ്റ്റോപ്പ് വഴിക്കും വരാം, നമുക്ക് MG റോഡ് വഴിക്കായാലും കയറാം. ഗോപാല പ്രഭു റോഡിൽ അവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ജയശ്രീ ഇന്റർനാഷണൽ. ജയശ്രീ എന്തോ ഉണ്ട്, ശ്രീ ജയ് അങ്ങനെ. പക്ഷെ എന്തായാലും കുട്ടികളുടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ഇനി സീസൺ സമയത്തൊക്കെ ആണെങ്കിൽ സൺഡേ ഓപ്പൺ ആണ്, അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സൺഡേ ക്ലോസ് ആയിരിക്കും. എന്നാലും രാവിലെ ഇപ്പോൾ ഏർലി മോർണിംഗ് ഒക്കെ 8 to 8 ആണ് ഇപ്പൊ. പക്ഷെ 12 മണി 2 മണിക്കൊക്കെയാണ് സീസൺ സമയത്തൊക്കെ. ഇനി ആണെങ്കിൽ 2 മണി തീരൂല പണി. ഇന്നത്തെ പണി 2 മണിക്ക് വരെ തീരൂല. കാരണം നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് കുറെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ട് അതിന്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഇത്രയും സപ്പോർട്ടോട് കൂടി നമ്മുടെ കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. താങ്ക് യു. ഓൺലി ഫോർ ഹോൾസെയിൽ. നോ റീറ്റെയിൽ, ഓൺലി ഹോൾസെയിൽ കച്ചവടക്കാർക്ക് മാത്രമാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അഡ്വാൻസ് ഹാപ്പി ഓണം. Thank you.